നമസ്കാരം. പ്രധാന വാർത്തകൾ. ചിങ്ങം 1 കർഷക ദിനം. നാടെങ്ങും കർഷക ദിനം സമുചിതമായി ആഘോഷിച്ചു. കൃഷിഭവനുകളുടെ നേതൃത്വത്തിൽ വിളംബര ജാഥയും കർഷക സംഗമവും ആദരിക്കൽ ചടങ്ങും. നാടിനെ അന്നമൂട്ടുന്ന കർഷകൻ ഒരുപാട് പ്രതിസന്ധികളെ തരണം ചെയ്തുകൊണ്ടാണ് നിലനിന്നു പോകുന്നതെന്ന് മുഹമ്മദ് മുഹ്സിൻ MLA. സംഭരിച്ച നെല്ലിന്റെ വില 6 മാസം കഴിഞ്ഞിട്ടും ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ച് മണ്ണൂർ കൃഷിഭവന് മുന്നിൽ കറുത്ത റിബൺ കൊണ്ട് വായ മൂടിക്കെട്ടി കർഷകരുടെ പ്രതിഷേധം. ലേബർ കോഡ് ഉൾപ്പെടെയുള്ള തൊഴിലാളി വിരുദ്ധ നീക്കത്തിൽ നിന്നും കേന്ദ്ര സർക്കാർ പിന്മാറണമെന്ന് BMS സംസ്ഥാന സെക്രട്ടറി KV മധുകുമാർ. BMS മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ കണക്കിലെടുക്കാതെ തൊഴിലാളി വിരുദ്ധ നയങ്ങളുമായി മുന്നോട്ടു പോകാൻ കഴിയുമെന്ന് ഒരു സർക്കാരും കരുതേണ്ടെന്നും KV മധുകുമാർ. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് BMS നേതൃത്വത്തിൽ പാലക്കാട് ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച്. നഗരസഭാ കൗൺസിൽ യോഗങ്ങൾ യഥാസമയം വിളിച്ചു ചേർക്കുന്നതിൽ വീഴ്ച വരുത്തിയ ഒറ്റപ്പാലം നഗരസഭാ ചെയർപേഴ്സണെ അയോഗ്യമാക്കണം എന്നാവശ്യപ്പെട്ട് സംസ്ഥാന ഇലക്ഷൻ കമ്മീഷന് പരാതി നൽകി മുസ്ലിം ലീഗ്. കൗൺസിൽ യോഗങ്ങൾ വിളിച്ചു ചേർക്കാത്തത് കാരണം നഗരസഭയുടെ അടിസ്ഥാനപരമായ നിരവധി പ്രവർത്തനങ്ങളിൽ കൗൺസിലർമാരുടെ അഭിപ്രായം രേഖപ്പെടുത്താനുള്ള ഭരണഘടനാപരമായ അവകാശങ്ങളാണ് ചെയർപേഴ്സൺ തടസ്സപ്പെടുത്തുന്നതെന്നും മുസ്ലിം ലീഗ്. വിരമിച്ച സൈനികർ സർക്കാരുകളിൽ നിന്നും അവഗണന നേരിടുകയാണെന്ന് എക്സ് സർവീസ് ലീഗ് ജില്ലാ പ്രസിഡന്റ് V. വേലുക്കുട്ടി. വിരമിച്ച സൈനികരുടെ ക്ഷേമത്തിനായി പ്രഖ്യാപിച്ചവയൊന്നും പൂർണ്ണതോതിൽ നടപ്പിലാക്കിയിട്ടില്ലെന്നും V. വേലുക്കുട്ടി. ഒലവക്കോട് വൻ ലഹരിവേട്ട. ദമ്പതികൾ ഉൾപ്പെടെ 3 പേർ പിടിയിൽ. MDMA, കൊക്കൈൻ, ഹൈബ്രിഡ് കഞ്ചാവ്, LSD സ്റ്റാമ്പ് എന്നിവ ഇവരിൽ നിന്നും കണ്ടെടുത്തു. പ്രതികളെ പിടികൂടിയത് ഓണം സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി നോർത്ത് പോലീസും ഡാൻസ് ഓഫ് ടീമും സംയുക്തമായി നടത്തിയ പരിശോധനയിൽ. വാർത്തകൾ വിശദമായി. ചിങ്ങം 1 കർഷക ദിനം. നാടെങ്ങും കർഷക ദിനം സമുചിതമായി ആഘോഷിച്ചു. ഷൊർണൂർ നഗരസഭാ കൃഷിഭവൻ നേതൃത്വത്തിൽ നടത്തിയ കർഷക ദിനം കർഷക ഘോഷയാത്രയോടെ തുടക്കമായി. P. മമ്മിക്കുട്ടി MLA കർഷക ദിനം ഉദ്ഘാടനം ചെയ്തു. കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പിന്റെയും ഷൊർണൂർ നഗരസഭാ കൃഷിഭവന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ചിങ്ങം 1 കർഷക ദിനം സമുചിതമായി ആഘോഷിച്ചു. രാവിലെ കുളപ്പുള്ളി ബസ് സ്റ്റാൻഡ് പരിസരത്തു നിന്നും കർഷക ഘോഷയാത്രയോടുകൂടിയായിരുന്നു തുടക്കം. തുടർന്ന് ടൗൺ ഹാളിൽ ഘോഷയാത്ര സമാപിച്ചു. കർഷക ദിനത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനം P. മമ്മിക്കുട്ടി MLA നിർവഹിച്ചു. സമ്പത്തുൽപാദന പ്രക്രിയയിൽ ബന്ധപ്പെടുന്ന കൃഷിക്കാരെ പ്രോത്സാഹിപ്പിക്കാൻ കർഷക സമൂഹത്തെ മുന്നോട്ട് കൊണ്ടുവരാൻ നിരന്തരമായുള്ള പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കുന്നുണ്ടെന്നാണ്. പദ്ധതി വിഹിതത്തിൻ്റെ ഏകദേശം 40% ഉൽപാദന മേഖലയ്ക്ക് വേണ്ടി നീക്കിവെച്ചുകൊണ്ട് അതിൻ്റെ ഇടപെടലും കഴിഞ്ഞ കാലം മുതൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഇപ്രാവശ്യം അങ്ങനെ നടക്കുന്നുണ്ട്. പലപ്പോഴും നമുക്ക് ബാധിക്കുന്ന ഒരു പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ കഷ്ടപ്പെട്ട് ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നത്തിന് ചില സമയത്ത് മാർക്കറ്റിൽ വേണ്ടത്ര വില ലഭിക്കാത്തതിൻ്റെ ഭാഗമായുള്ള പ്രശ്നങ്ങളുണ്ട്. ഉൽപ്പാദന ചെലവുമായ ഉൽപ്പന്നത്തിന് വില കിട്ടാതെ വരുമ്പോൾ കാർഷിക മേഖലയിൽ നമ്മൾ നഷ്ടമാണ്, ബുദ്ധിമുട്ടാണെന്നൊക്കെ പറയാറുണ്ട്. തുടർന്ന് കർഷകരെ ആദരിക്കലുമുണ്ടായി. പാടശേഖര സമിതികൾ ഉൾപ്പെടെ ആകെ 23 കർഷകരെയാണ് MLA ആദരിച്ചത്. ചടങ്ങിൽ നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് P. നിർമ്മല അധ്യക്ഷയായി. വൈസ് ചെയർമാൻ VK അനുരാജ്, മറ്റു ജനപ്രതിനിധികളായ CK സൗമ്യ, VC സിന്ധു, KK രവീന്ദ്രൻ, C. സന്ധ്യ, EA ഗീത, EP നന്ദകുമാർ, VK ശ്രീകൃഷ്ണൻ എന്നിവർക്ക് പുറമെ EK സുഭാഷ്, യൂസഫ് ഹാജി, വിജയ് പ്രകാശ് ശങ്കർ, MK രാമേന്ദ്രൻ, C. ബിജു, T. പ്രദീപ്, നഗരസഭാ സെക്രട്ടറി PS രാജേഷ് തുടങ്ങിയവർ സംസാരിച്ചു. ഷൊർണൂർ കൃഷി ഫീൽഡ് ഓഫീസർ P. ബിജു സ്വാഗതവും കൃഷി ഓഫീസർ അസിസ്റ്റന്റ് KR രജനി നന്ദിയും രേഖപ്പെടുത്തി. നിരവധി പേർ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് സെന്റർ ഷൊർണൂർ. നാടിനെ അന്നമൂട്ടുന്ന കർഷകർ ഒരുപാട് പ്രതിസന്ധികളെയും തരണം ചെയ്തുകൊണ്ടാണ് നിലനിന്ന് പോകുന്നതെന്ന് മുഹമ്മദ് മുഹ്സിൻ MLA. വങ്ങളൂർ പഞ്ചായത്ത് കൃഷിഭവൻ നേതൃത്വത്തിൽ നടത്തിയ കർഷക ദിനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു MLA. നാടിനെ ഊട്ടാൻ ഭക്ഷണം കഴിക്കാതെ നമുക്ക് ജീവിക്കാൻ കഴിയില്ല. ഊട്ടുന്നതിന് കർഷകർ അനിവാര്യമാണ്. അതുകൊണ്ട് കാർഷിക മേഖല നിലനിൽക്കേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. കേരളം എന്ന് പറയുന്നത് തന്നെ ഒരു കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന ഒരു സമൂഹമാണ്, ഒരു സംസ്കാരമാണ്. മലയാളികളുടെ വർഷം ആരംഭിക്കുന്നത് ചിങ്ങം 1 ഇന്നാണ്. നമുക്കെല്ലാവർക്കും അറിയാം. മാത്രമല്ല നമ്മുടെ ഓണം
ഏറ്റവും വലിയ ഉത്സവമാണ്. ആ ഉത്സവം വിളവെടുപ്പ് ഉത്സവമാണ്. ഇങ്ങനെ തുടങ്ങി ഓരോന്നും എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വർഷം ആരംഭിക്കുന്നതും അതുപോലെ തന്നെ നമ്മുടെ ഞാറ്റുവേല അനുസരിച്ചുള്ള നമ്മുടെ കാലക്രമങ്ങൾ അടയാളപ്പെടുത്തുന്ന അടക്കമുള്ള ഓരോ കാര്യങ്ങളും എടുത്തു നോക്കിയാൽ കാലാവസ്ഥയുമായി ബന്ധപ്പെട്ടും കൃഷിയുമായി ബന്ധപ്പെട്ടുമാണ്. ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെ ആഭിമുഖ്യത്തിൽ കർഷക ദിനാഘോഷം വിവിധ പരിപാടികളോടുകൂടിയാണ് സംഘടിപ്പിച്ചത്. ഓങ്ങല്ലൂർ EMS സ്മാരക ഹാളിൽ നടന്ന കർഷക ദിന പരിപാടിയിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PP വിജയൻ അധ്യക്ഷത വഹിച്ചു. പട്ടാമ്പി ADA K വൃന്ദ കർഷക ദിന സന്ദേശം നൽകി. കർഷക സെമിനാറിൽ TT തോമസ് വിഷയാവതരണം നടത്തി. കാർഷിക ദർശൻ 2030 കാർഷിക കാഴ്ചപ്പാട് പ്രഖ്യാപനവും ചടങ്ങിൽ നടന്നു. കൃഷി ഓഫീസർ V. ഹാര്യകൃഷ്ണ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ പ്രിയ പ്രശാന്ത്, ബേബി ബാബു, ഉണ്ണികൃഷ്ണൻ, അബ്ദുള്ളക്കുട്ടി, MP വിജയകുമാർ, PV സത്യജിത്ത്, ഷക്കീല, PK പ്രസന്ന, ഉണ്ണികൃഷ്ണൻ, മുഹമ്മദ് സുബൈർ, CK ജുനൈദ്, V. ഗോപാലൻ, നാരായണൻ മാസ്റ്റർ, T. അജിൽ, PV രമേശ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ 9 തെരഞ്ഞെടുക്കപ്പെട്ട കർഷകരെ MLA ആദരിച്ചു. നേരത്തെ ഘോഷയാത്രയും ഉണ്ടായിരുന്നു. കാർഷികോൽപ്പന്നങ്ങളുടെ വിപണനമേള, കർഷക പരാതി പരിഹാര സെൽ തുടങ്ങിയവയും സംഘടിപ്പിച്ചു. പാടശേഖര സമിതി പ്രതിനിധി സുധാകരൻ ചടങ്ങിന് നന്ദിയും പ്രകാശിപ്പിച്ചു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. സംഭരിച്ച നെല്ലിന്റെ വില 6 മാസം കഴിഞ്ഞിട്ടും ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ച് മണ്ണൂർ കൃഷിഭവന് മുന്നിൽ കറുപ്പ് റിബൺ കൊണ്ട് വായ മൂടിക്കെട്ടി പ്രതിഷേധിച്ചു. മണ്ണൂർ പഞ്ചായത്തിലെ തെഞ്ചേരിപ്പാടം, പെരടിക്കുന്ന് തുടങ്ങിയ പാടശേഖരത്തിലെ കർഷകരുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. സംഭരിച്ച നെല്ലിന്റെ വില ലഭിക്കാത്തതിനാൽ കടക്കണിയിലായ കർഷകർ പട്ടിണിയാണെന്നും തുക ഉടൻ ലഭ്യമാക്കണമെന്നും കർഷകർ ആവശ്യപ്പെട്ടു. പണം നൽകാത്തതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇന്ന് കൃഷിഭവന് മുന്നിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചിട്ടുള്ളത്. അതായത് എത്രയും പെട്ടെന്ന് കർഷകർക്ക് പണം നൽകുക, അല്ലാത്ത പക്ഷം രണ്ടാം വിള കൃഷി ഇറക്കുന്നതിൽ പ്രതിസന്ധിയിലാണ് കർഷകർ മുഴുവനും. അതുകൊണ്ട് പണം തന്ന് കർഷകരോടുള്ള ആദരവ് കാണിക്കണം എന്ന് അറിയിക്കുകയാണ്. കർഷകരായ AVM റസാഖ്, റിയാസ് പത്തിരിപ്പാല, T. ഉണ്ണികൃഷ്ണൻ, MT വിശ്വൻ, MC രവീന്ദ്രൻ, PM മുഹമ്മദ് കാസിം, KA അൻവർ എന്നിവർ നേതൃത്വം നൽകി. ഞങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന നെല്ലെന്ന് പറയുന്നത് ഒരു കർഷകൻ ഏകദേശം ഉൽപ്പാദിപ്പിക്കുന്നത് അവന്റെ അധ്വാനം. ഒരു വീട്ടിലേക്ക് വേണ്ടി, എനിക്ക് എൻ്റെ വീട്ടിലേക്കാണെങ്കിൽ ഒരു ദിവസം 30 കിലോ അരി ഉണ്ടെങ്കിൽ ഒരു മാസത്തേക്കായി 350 കിലോ അരിക്ക് വേണ്ടി രാവും പകലും അധ്വാനിക്കേണ്ട സ്ഥിതിവിശേഷത്തിലും ആ ഘട്ടത്തിലും ഞങ്ങൾ ചെയ്യുന്നത് ഈ നാടിലെ മുഴുവൻ ജനങ്ങളെയും തീറ്റിപ്പോറ്റാനുള്ള ഏകദേശം 2 മാസത്തേക്കുള്ള അരി കേരളത്തിൽ നിന്ന് കർഷകരാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. ഈ കർഷകരായ ഞങ്ങൾക്ക് അതിന്റെ പ്രാതിനിധ്യം, അതുപോലെ തന്നെ അംഗീകാരം ലഭ്യമാകുന്നില്ല എന്നുള്ളതുകൂടെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഇന്ന് ഈ സമരം നടത്തപ്പെടുന്നത്. ഈ സമരത്തിന്റെ ഉദ്ദേശം പറയുക. സമരത്തിന്റെ ഉദ്ദേശം ഞങ്ങൾക്ക് യഥാസമയം പൈസ കിട്ടില്ല, ഓണത്തിന്റെ മുമ്പായിട്ട് പണം കിട്ടണം. എന്നാലേ ഞങ്ങൾക്കും മലയാളികളായ ഞങ്ങൾക്കും ഓണം ഉണ്ണാൻ കഴിയുള്ളൂ. ജാതി മതഭേദമന്യേ കേരളത്തിലെ എല്ലാവരും ആകർഷിക്കപ്പെടുന്ന ഈ ഉത്സവത്തിന് ഞങ്ങൾക്ക് പണം കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾ പട്ടിണി സമരം നടത്തേണ്ടതായിട്ടൊരു ഘട്ടത്തിലാണ് എത്തി നിൽക്കുന്നത്. സമരത്തിൽ പങ്കെടുത്ത മുഴുവൻ കർഷകരും മണ്ണൂർ പഞ്ചായത്ത് കൃഷിഭവന്റെ നേതൃത്വത്തിൽ നടന്ന കർഷക ദിനാചരണത്തിൽ പങ്കെടുക്കാതെ ബഹിഷ്കരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. പരുത്തിപ്പുള്ളി കരിങ്കുളം ഓട്ടോ സ്റ്റാൻഡിലെ ഡ്രൈവർമാർ സംഘടിപ്പിച്ച് കൃഷിയിറക്കിയതിന്റെ വിളവെടുപ്പ് ഉത്സവാന്തരീക്ഷത്തിൽ നടന്നു. കഴിഞ്ഞ 5 വർഷമായി ഓട്ടോ ഡ്രൈവർമാരുടെ നേതൃത്വത്തിൽ സ്ഥലം പാട്ടത്തിനെടുത്ത് കൃഷി ചെയ്തു വരുന്നുണ്ട്. ഓട്ടോ ഡ്രൈവർമാർ ഒരുമിച്ച് കൃഷി ഇറക്കിയതിന് 100 മേനി വിളവ്. പരുത്തിപ്പള്ളി കരിങ്കുളം ഓട്ടോ സ്റ്റാൻഡിലെ ഡ്രൈവർമാർ സംഘടിച്ച് കൃഷിയിറക്കിയതിന് വിളവെടുപ്പ് ഉത്സവാന്തരീക്ഷത്തിൽ നടന്നു. ഓണവിപണി ലക്ഷ്യം വെച്ചാണ് വിളവെടുപ്പ് നടത്തിയത്. ചെണ്ടുമല്ലി കൃഷിക്ക് പുറമെ ഇഞ്ചി, മഞ്ഞൾ, പയർ, വെണ്ട തുടങ്ങിയ നാനാതരം കൃഷികളും ഇറക്കിയിട്ടുണ്ട്. 5 വർഷമായി ഓട്ടോ സ്റ്റാൻഡിനടുത്തുള്ള സ്ഥലം പാട്ടത്തിനെടുത്താണ് ഇവർ കൃഷി ചെയ്തു വരുന്നത്. വിളവെടുപ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് AP പ്രമോദ് ഉദ്ഘാടനം ചെയ്തു. കരിങ്ങോട്ടൂർച്ചി ഗ്രാമപഞ്ചായത്തിനകത്ത് എന്നാൽ ഈ ഓട്ടോ ടാക്സി യൂണിറ്റ് ഏറ്റവും ഭംഗിയാർന്ന രീതിയിൽ ചെണ്ടുമല്ലി കൃഷി നടത്തുകയാണ്. എന്തായാലും ഇവരുടെ ഈ പ്രവർത്തനം കരിങ്ങോട്ടൂർച്ചിൽ ആകമാനം വ്യാപിച്ചുകൊണ്ട് ഒരു പ്രചോദനമായി ഉൾക്കൊണ്ടുകൊണ്ട് കുടുംബശ്രീ ആണെങ്കിലും അല്ലെങ്കിൽ ഈ ഇത്തരം യൂണിറ്റുകളാണെങ്കിലും എല്ലാവർക്കും ഇത് ഏറ്റെടുക്കാവുന്നൊരു മാതൃകയാണെന്നാണ് എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളത്. കാർഷിക മേഖല എന്ന് പറയുന്നത് ഓരോ വർഷം ചെല്ലുമ്പോൾ ഒരു പിറകോട്ട് പോകുന്നൊരവസ്ഥയുണ്ട്. അതിപ്പോൾ നെൽകൃഷിയാണെങ്കിലും മറ്റ് കൃഷികളൊക്കെ തന്നെ കാർഷിക മേഖല ലാഭത്തിൻ്റെ പ്രശ്നമല്ല കൂടുതൽ, അതിനെന്തായ അതായത് ഒരു കർഷകനാണെന്ന് പറയുമ്പോൾ സമൂഹത്തിൽ ഒരു വില കുറഞ്ഞിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ കടന്നു പോകുന്നത്. 10ാം വാർഡംഗം സരിത സന്തോഷ്, 4ാം വാർഡംഗം പ്രിയ കുഴൽമന്ദം, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അർജുൻ, ശ്രീധരൻ എന്നിവർ സംസാരിച്ചു. മനോഹരൻ സ്വാഗതവും വിജയ് നന്ദിയും പറഞ്ഞു. പ്രകാശൻ,
അനന്തു രാജരാജൻ, പ്രികേഷ് കല്ലിങ്കൽ, പരേതനായ സുന്ദരൻ എന്നിവർ ചേർന്നാണ് കൃഷി ഇറക്കിയത്. ന്യൂസ് ബ്യൂറോ, കോട്ടായി. കോട്ടായി ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDS 7ാം വാർഡ് കുന്നംപറമ്പ് പ്രദേശത്ത് സമുന്നതി പദ്ധതിയുടെ ഭാഗമായി തനിമ സംഘകൃഷി യൂണിറ്റിന്റെ ഓണക്കനി നിറപ്പൊലിമ വിളവെടുപ്പ് ഉത്സവം നടന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CN സുധേഷ്ണ ഉദ്ഘാടനം ചെയ്തു. കുടുംബശ്രീ CDS ചെയർപേഴ്സൺ റിൻസി അനീഷ് അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗങ്ങളായ ലക്ഷ്മിക്കുട്ടി, ബിന്ദു, CN അമ്പിളി, CDS അക്കൗണ്ടന്റ് MV സുമതി, മുൻ മെമ്പർ PM വേലായുധൻ, അഗ്രികൾച്ചർ ഓഫീസർ CRP വിജയകുമാരി, റിസോഴ്സ് പേഴ്സൺ VK ജീന, സംഘകൃഷി യൂണിറ്റ് അംഗം വത്സല തുടങ്ങിയവർ സംസാരിച്ചു. സംഘകൃഷി യൂണിറ്റ് അംഗം ലത സ്വാഗതവും മെമ്പർ K ശ്രുതി നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. കർഷക ദിനാചരണത്തിന്റെ ഭാഗമായി വള്ളത്തോൾ ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെ നേതൃത്വത്തിൽ കാർഷിക വിളംബര ജാഥയും കർഷകരുടെ ഒത്തുചേരലും കർഷകരെ ആദരിക്കലും സംഘടിപ്പിച്ചു. ചടങ്ങ് UR പ്രദീപ് MLAയും മുതിർന്ന കർഷകൻ മാധവൻ നമ്രത്തും സംയുക്തമായി ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. കുടുംബശ്രീ തൃശൂർ ജില്ലാ പരിശീലന കേന്ദ്രത്തിൽ നടന്ന ചടങ്ങ് UR പ്രദീപ് MLAയും മുതിർന്ന കർഷകൻ മാധവൻ നമ്രത്തും സംയുക്തമായാണ് ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തത്. കാട്ടുമൃഗങ്ങളെ വെടിവെക്കാൻ പാടില്ല. കാട്ടുമൃഗങ്ങൾ, കാട്ടുപന്നി എന്ന് പറഞ്ഞാൽ കാട്ടുപന്നി എന്നാണ് പറയുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ നമ്മുടെ ഈ ചെറുകുർത്തിയിലെ ഈ ഭാരതപ്പുഴയിലെ പൊന്തയിലും ഇവിടെയൊക്കെ ഉണ്ടായിരുന്നത് അത് കാട്ടുപന്നിയില്ല, യഥാർത്ഥത്തിൽ നാട്ടുപന്നിയാണത്. പക്ഷെ അതിനെ വെടിവെക്കണമെങ്കിൽ ഈ കാട്ടുപന്നി എന്ന പേര് വന്നുകൊണ്ട് അതിനെ മറ്റൊന്നും ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിലുണ്ട്. നേരത്തെ അത് മന്ത്രി വളരെ വ്യക്തമായി അത് ചോദിച്ചൊരു സംശയം. ഈ സംശയം തന്നെയാണ് കേന്ദ്രമായി ഒരു ചർച്ചയ്ക്ക് വെച്ചിരിക്കുന്നത്. നാട്ടിലിറങ്ങുന്ന പന്നി ഇവിടെ തന്നെ പെരുകി ഇവിടെ തന്നെ ഇവർ ജീവിക്കുമ്പോൾ അത് കർഷകരെ സ്ഥലങ്ങളിലെ ഈ കൃഷി സ്ഥലങ്ങൾ നശിപ്പിക്കുന്നതിന് നാട്ടിലുള്ള പന്നി എന്ന നിലയ്ക്ക് ഈ ജീവികളെ നമുക്ക് കുറയ്ക്കാൻ പറ്റുന്ന രീതിയിലൊരു ചർച്ച കേന്ദ്രമായി ഞങ്ങൾ ആലോചിക്കുന്നുണ്ട് എന്നാണ് ഒരു ന്യായമായ ചോദ്യമാണ് സർ. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് T സ്മിത അധ്യക്ഷത വഹിച്ചു. പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം KS ശ്രുതി, ചെറുതുരുത്തി സഹകരണ ബാങ്ക് പ്രസിഡന്റ് KA ഷെരീഫുദ്ദീൻ, ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ T ഷീജ, PN അനിൽകുമാർ, നിഷ രമേശ്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ അബ്ദുൽ കബീർ, CP നാരായണൻ, സെക്രട്ടറി MS രോഹിണി, വെറ്റിനറി ഡോക്ടർ ബേബി ജോൺ, കാർഷിക വികസന സമിതി അംഗം K മോഹൻദാസ്, പാടശേഖര പ്രതിനിധി PR കൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് കാർഷികരംഗത്തെ മികവ് കാഴ്ചവെച്ച കർഷകരെയും വനിതാ കർഷകരെയും വിദ്യാർത്ഥി യുവജന കർഷകരെയും കർഷകത്തൊഴിലാളികളെയും മൊമ്മന്റോയും പൊന്നാടയും നൽകി ആദരിച്ചു. കൃഷി ഓഫീസർ C സായി പാർവതി സ്വാഗതവും അസിസ്റ്റന്റ് സെക്രട്ടറി കൃഷി ഓഫീസർ P പ്രകാശ് നന്ദിയും പറഞ്ഞു. തുടർന്ന് പങ്കെടുത്ത കർഷകർക്കും മറ്റും രാഷ്ട്രീയ പ്രതിനിധികൾക്കും നാട്ടുകാർക്കും അതിഗംഭീരമായ ഓണസദ്യയും നൽകി. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. വാടനംകുറിശ്ശിയിൽ ചെണ്ടുമല്ലി കൃഷി വിളവെടുപ്പിനൊരുങ്ങി. പ്രദേശത്തെ കർഷകയായ സൈനബയാണ് 1.5 ഏക്കർ സ്ഥലത്ത് ചെണ്ടുമല്ലി കൃഷി നടപ്പിലാക്കിയത്. നല്ല രീതിയിൽ വിളവെടുത്തിട്ടുണ്ടെന്നും ബുധനാഴ്ച രാവിലെ വിളവെടുപ്പ് ഉദ്ഘാടനം നടക്കുമെന്നും കർഷക പറഞ്ഞു. പൂക്കളില്ലാതെ എന്ത് ഓണാഘോഷം? അതിമനോഹരമായി വിരിഞ്ഞു നിൽക്കുന്നു ചെണ്ടുമല്ലി കൃഷിയിടത്തിലെ ഈ കാണുന്ന പൂക്കൾ. വാടാകുറിശ്ശി സ്വദേശിയും കർഷകയുമായ സൈനബയുടെ നേതൃത്വത്തിൽ വിളവെടുപ്പിനൊരുങ്ങിയ ചെണ്ടുമല്ലി കൃഷിത്തോട്ടത്തിലെ പൂക്കൾ ഇനി പൂവിപണിയിലേക്കെത്തും. 19-ന് ബുധനാഴ്ച രാവിലെയാണ് വിളവെടുപ്പ് നടക്കുക. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PP വിജയൻ വിളവെടുപ്പുത്സവം ഉദ്ഘാടനം ചെയ്യും. ഓണാഘോഷത്തോടനുബന്ധിച്ച് വാടാകുറിശ്ശി ഭൂതത്തൻകാവ് സമീപത്തെ 1.5 ഏക്കർ സ്ഥലത്താണ് ചെണ്ടുമല്ലി കൃഷി സൈനബ നടപ്പിലാക്കിയത്. ഏകദേശം 3 മാസത്തിനുള്ളിൽ വലിയ പൂന്തോട്ടമായി. 2 നിറങ്ങളിലുള്ള ചെണ്ടുമല്ലികളാണ് കൃഷിയിടത്തിൽ വിരിഞ്ഞു നിൽക്കുന്നത്. നല്ല രീതിയിൽ വിളവെടുത്തെന്നും ബുധനാഴ്ച വിളവെടുപ്പ് ഉത്സവം നടക്കുമെന്നും സൈനബ പറഞ്ഞു. ഞങ്ങൾ വാടാകുറിശ്ശിയിൽ മേച്ചിത്തറ എന്ന സ്ഥലത്താണ് ഇപ്പോൾ കൃഷി ചെയ്യുന്നത്. ഭൂതത്തങ്കാവിൻ്റെ അടുത്തായിട്ട് അതിൽ 1.5 ഏക്കറിൽ ചെണ്ടുമല്ലി കൃഷിയാണ് ചെയ്തത്. അത് അത്യാവശ്യം നല്ല രീതിയിൽ വിളവ് ഉണ്ടായിട്ടുണ്ട്. ബുധനാഴ്ച 19-ാം തീയതിയാണ് അതിൻ്റെ വിളവെടുപ്പ്. അഗ്രോ ജയൽജിയുടെ കുടുംബശ്രീയുടെ കീഴിലാണ് തുടങ്ങിയത്. അത് കിസാൻ സർവീസ് സൊസൈറ്റിയും കൂടി അങ്ങനൊരു സംഘടനയുടെ ഭാഗമായിട്ടും കൂടി ഞങ്ങളത് തുടർന്ന് കൊണ്ടുപോകുന്നുണ്ട്. അടുത്ത കൊല്ലം കൂടുതലായിട്ട് ചെണ്ടുമല്ലി കൃഷി കൂടുതലായിട്ട് വളർപ്പ് മുഴുവൻ വ്യാപിപ്പിക്കണം എന്നുള്ള ആഗ്രഹമുണ്ട്. അത് നടക്കുന്നുള്ള പ്രതീക്ഷയോടെയാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കുടുംബശ്രീക്ക് കീഴിലുള്ള അഗ്രോ ജയന്തി സംഘത്തിൻ്റെ നേതൃത്വത്തിൽ കിസാൻ സർവീസ് സൊസൈറ്റിയുടെ സഹകരണത്തോടു കൂടിയാണ് ഇത്തരമൊരു ചെണ്ടുമല്ലി കൃഷി നടപ്പിലാക്കിയത്. 9 വർഷമായി സൈനബ നെൽകൃഷിയും നടപ്പിലാക്കിയിട്ടുണ്ട്. ഇതാദ്യമായാണ് ചെണ്ടുമല്ലി കൃഷിയിലേക്ക് ഇറങ്ങിയത്. ഇതോടൊപ്പം പച്ചക്കറി കൃഷിയും നടപ്പിലാക്കിയിട്ടുണ്ട്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. മംഗല ഗ്രാമപഞ്ചായത്ത്, കൃഷിഭവൻ എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ
കർഷക ദിനാഘോഷം സംഘടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എസ് ബി രാജു ഉദ്ഘാടനം ചെയ്തു. ആ ഒരു സംസ്കാരം വിട്ടുപോകാതെ കാർഷിക മേഖലയിൽ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, ഇപ്പോഴും കർഷകർക്ക് ഒരുപാട് പ്രതിസന്ധികൾ നേരിടുന്നെങ്കിലും സ്വാതന്ത്ര്യത്തിന് മുന്നും ഇത്തരത്തിലുള്ള പ്രതിസന്ധികൾ കർഷകർ നേരിട്ടിരുന്നു. എന്നാൽ അതെല്ലാം അതിജീവിച്ചുകൊണ്ട് ഇനിയും മുന്നോട്ട് പോകും എന്നുള്ള ഒരു തീരുമാനത്തിലാണ് കർഷകർ ഇപ്പോഴും. ആ കർഷക സംസ്കാരം ഇനിയും ഉണ്ടാവട്ടെ എന്ന് മാത്രം പറഞ്ഞു ആശംസിച്ചുകൊണ്ട് ഇന്ന് ചിങ്ങം 1-ന് ഇവിടെ എത്തിച്ചേർന്ന എല്ലാ കർഷക സുഹൃത്തുക്കൾക്കും പഞ്ചായത്ത് പ്രസിഡന്റ് കെ എ വിനീത അധ്യക്ഷത വഹിച്ചു. തെരഞ്ഞെടുത്ത കർഷകർ, ക്ഷീരകർഷകർ, SSLC+2 വിജയികൾ എന്നിവരെയും ആദരിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം ഷഹന ടീച്ചർ, അഡ്വക്കേറ്റ് ആതിര, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷാജീവ്, ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എസ് ജിൻസി, ബ്ലോക്ക് അംഗം മുകുന്ദനുണ്ണി, മങ്കര പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് ആസിയ ഹമീദ്, കെ വി രാധാകൃഷ്ണൻ, ആർ ശാലിനി, എം വി കൃഷ്ണദാസ്, കെ സി സന്തോഷ്, ഉമാദേവി, സുനിത, രമേശ്, ശ്രീലക്ഷ്മി, ശ്രീവത്സൻ, സൈബുന്നീസ, എം കെ ശ്രീജിത, സുനീഷ് ഭരതക്കാട്, സെക്രട്ടറി സുനിത, ER ശശി, രാജൻ, സുധീർ കുമാർ, ഡോക്ടർ അഷ്റഫ്, ഉദയപ്രകാശ് എന്നിവർ സംസാരിച്ചു. ഇരട്ടാംഗീകാരം നേടിയ മങ്കര അതിർക്കാട് പാടശേഖരത്തിനെ പ്രത്യേകം അഭിനന്ദിച്ചു. മികച്ച പാടശേഖരത്തിന് അതിർക്കാട് നെല്ലുൽപാദക സമിതിയുടെയും മികച്ച കർഷകനായി CK ഗോപാലകൃഷ്ണനും തെരഞ്ഞെടുക്കപ്പെട്ടു. സെക്രട്ടറി രതീഷ് ചന്ദ്രൻ, പ്രസിഡന്റ് റിജേഷ് മുട്ടിക്കാട് എന്നിവർ ചേർന്ന് അവാർഡ് ഏറ്റുവാങ്ങി. മികച്ച കർഷകനുള്ള അവാർഡ് K ഗോപാലകൃഷ്ണനും ഏറ്റുവാങ്ങി. അതിർക്കാട് പാടശേഖര സമിതി മാതൃകയാണെന്നും പ്രത്യേകം അഭിനന്ദനവും ഏറ്റുവാങ്ങി. കൃഷി ഓഫീസർ മുകുന്ദകുമാർ സ്വാഗതവും കൃഷി അസിസ്റ്റന്റ് K പ്രീത നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. കൊട്ടായി ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിലും കർഷക ദിനം ആഘോഷിച്ചു. PP സുമോദ് MLA ഉദ്ഘാടനം ചെയ്തു. കർഷക ദിനത്തിൽ മാതൃകയായി ഷൊർണൂർ ആലിയഞ്ചിറ UP സ്കൂൾ പ്രദേശത്തെ മികച്ച കർഷകരെ സ്കൂൾ നേതൃത്വത്തിൽ ആദരിച്ചു. സ്കൂളിലെ സ്കൗട്ട് യൂണിറ്റിന്റെയും ഹരിതം ക്ലബിന്റെയും സംയുക്ത നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. കർഷക ദിനാചരണത്തിന്റെ ഭാഗമായി കല്ലിപ്പാടം പ്രദേശത്തെ മികച്ച കർഷകയായ ദേവകി അന്തർജനത്തെ ചടങ്ങിൽ ആദരിച്ചു. കൃഷിയോട് അനുഭാവം പുലർത്തുന്ന പുതിയ തലമുറയെ വാർത്തെടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സ്കൂൾ അധികൃതർ ഈ സ്നേഹാദരവ് സംഘടിപ്പിച്ചത്. ഷൊർണൂർ നഗരസഭ വാർഡ് കൗൺസിൽ M രമാദേവി മുഖ്യാതിഥിയായി പങ്കെടുത്തു. സ്കൂൾ പ്രധാനാധ്യാപിക PP ചന്ദ്രിക ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ഇത്തരമൊരു അവസരം നമുക്കുണ്ടാക്കി തന്ന പാടശേഖര സമിതിയോടും സ്കൂളിനുള്ള അഗൈതവുമായ നന്ദി രേഖപ്പെടുത്താനും കൂടി ഈ അവസരം ഉപയോഗിക്കുന്നു. ഇനിയും ഇത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ അമ്മയ്ക്കെന്ന് പറയട്ടെ, അമ്മയ്ക്ക് ഇനിയും കഴിയട്ടെ. ഒപ്പം നിൽക്കുന്ന മക്കൾക്കും അതിനുള്ള ഒരു മനസ്സുകൂടി ഉണ്ടാവട്ടെ. അതിനവരെ പ്രോത്സാഹിപ്പിക്കാനും ആരോഗ്യം അതിനവരെ സഹായിക്കുകയും കൂടി ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒപ്പം നമുക്ക് ഈ അവസരം നൽകിയ എല്ലാവരോടും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. SSG ചെയർമാൻ K അശോകൻ, പൂർവ്വ വിദ്യാർത്ഥി പ്രതിനിധി മണികണ്ഠൻ, MK ശ്രീനിവാസൻ, K മുഹമ്മദ്, ഷിയാസ് മാസ്റ്റർ, MC രശ്മി ടീച്ചർ എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. ചടങ്ങിൽ A രമ്യ ടീച്ചർ, PP ദിനു മാസ്റ്റർ, നീതു ടീച്ചർ, സ്കൗട്ട് പ്രതിനിധി മാസ്റ്റർ ബദ്രി ശിവ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. വിദ്യാർത്ഥികളിൽ കാർഷിക അവബോധം വളർത്തുവാനുതകുന്ന വിവിധ പ്രവർത്തനങ്ങളോടെയാണ് കർഷക ദിനാചരണം സമാപിച്ചത്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ഷൊർണൂർ വിവേകാനന്ദ പഠന കേന്ദ്രത്തിന്റെയും ജൈവം ഷൊർണൂരിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ 2025-26 വർഷത്തെ ഷൊർണൂർ നഗരസഭാ പരിധിയിലെ ജൈവ കർഷകർക്കുള്ള അവാർഡുകൾ വിതരണം ചെയ്തു. പുരുഷ വിഭാഗത്തിനും വനിതാ വിഭാഗത്തിനുമാണ് അവാർഡുകൾ സമ്മാനിച്ചത്. കഴിഞ്ഞ 10 വർഷക്കാലമായി വിഷരഹിതമായ പച്ചക്കറികൾ വിജയകരമായി ഉൽപ്പാദിപ്പിക്കുന്ന ഷൊർണൂർ ജൈവം കൂട്ടായ്മ ആലപ്പുഴയിലെ മുഹമ്മദ് സരോജിനി ദാമോദരൻ ഫൗണ്ടേഷൻ അവാർഡ് നേടിയിട്ടുണ്ട്. ജൈവകൃഷിയിൽ പുരുഷ വിഭാഗത്തിൽ NP രാജനാരായണൻ ശോഭനം ഷൊർണൂർ, വനിതാ വിഭാഗത്തിൽ KP വത്സലാദേവി വിനീതം ഷൊർണൂരും, ജൈവകൃഷി സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം KV സംയുക്ത ഷൊർണൂരിനും ലഭിച്ചു. ഷൊർണൂർ വിവേകാനന്ദ പഠന കേന്ദ്രം ചെയർമാൻ അഡ്വക്കേറ്റ് S പ്രഭാശങ്കർ, ഷൊർണൂർ വിവേകാനന്ദ പഠന കേന്ദ്രം കൺവീനർ CN ഭവദാസനുണ്ണി, ജൈവം കൺവീനർ K രാജേന്ദ്രൻ, വിവേകാനന്ദ പഠന കേന്ദ്രത്തിലെയും ജൈവം ഗ്രൂപ്പിലെയും അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ലേബർ കോഡ് ഉൾപ്പെടെയുള്ള തൊഴിലാളി വിരുദ്ധ നീക്കത്തിൽ നിന്നും കേന്ദ്ര സർക്കാർ പിന്മാറണമെന്ന് BMS സംസ്ഥാന സെക്രട്ടറി KV മധുകുമാർ പറഞ്ഞു. BMS മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ കണക്കിലെടുക്കാതെ തൊഴിലാളി വിരുദ്ധ നയങ്ങളുമായി മുന്നോട്ടു പോകാൻ കഴിയുമെന്ന് ഒരു സർക്കാരും കരുതേണ്ടെന്നും KV മധുകുമാർ പറഞ്ഞു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് BMS പാലക്കാട് ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും, നമ്മുടെ ഇതുവരെയുള്ള രാജ്യത്തെ നിയമമനുസരിച്ച്
ഒരു സ്ഥാപനം അടച്ചുപൂട്ടണമെങ്കിൽ 100 തൊഴിലാളികൾ കൂടുതൽ ആ സ്ഥാപനത്തിൽ ജോലി ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ബന്ധപ്പെട്ട ഗവൺമെന്റിന്റെ രേഖാമൂലമുള്ള അനുവാദമുണ്ടെങ്കിൽ മാത്രമേ സാധിക്കൂ. 100 തൊഴിലാളികൾ കൂടുതലുണ്ടെങ്കിൽ ആ അനുവാദം ആവശ്യമായിരുന്നു. ഈ ഗവൺമെന്റ് വരുത്തിയ ഏറ്റവും ബുദ്ധിമുട്ടേറിയ ഏറ്റവും വിനാശകരമായ പരിഷ്കരണം ആ 100 എന്നുള്ളത് 300 തൊഴിലാളികളായി വർദ്ധിപ്പിച്ചു. രാജ്യത്തിന്റെ സമ്പദുൽപാദനത്തിലും വികസന പ്രവർത്തനങ്ങളിലും നിർണായക ശക്തിയും സ്വാധീനവും ചെലുത്തുന്നത് രാജ്യത്തെ തൊഴിലാളികളാണ്. തൊഴിലാളികളെ മറന്നുകൊണ്ടുള്ള നയങ്ങളുമായി കേന്ദ്ര സർക്കാർ മുന്നോട്ടു പോയാൽ സർക്കാരിനെ തിരുത്താനായി രാജ്യത്തെ തൊഴിലാളികൾക്ക് തെരുവിൽ ഇറങ്ങേണ്ടി വരും. തെറ്റുതിരുത്താനുള്ള അവസരം കേന്ദ്ര സർക്കാർ ഉപയോഗപ്പെടുത്തണം. ലേബർ കോഡിലെ തൊഴിലാളി ദ്രോഹ വ്യവസ്ഥകൾ നീക്കം ചെയ്തില്ലെങ്കിൽ തൊഴിലാളി സമരമെന്തെന്ന് കേന്ദ്ര സർക്കാർ തിരിച്ചറിയുമെന്നും മധുകുമാർ പറഞ്ഞു. EPF കുറഞ്ഞ പെൻഷൻ 7500 രൂപ ആക്കുക, EPF ESI ബാധകമാക്കുന്ന ശമ്പള പരിധി വർദ്ധിപ്പിക്കുക, കുറഞ്ഞ ബോണസും ശമ്പള പരിധിയും വർദ്ധിപ്പിക്കുക, ആശ്രിതർക്ക് അംഗൻവാടി NHM ജീവനക്കാരെ സ്ഥിരം ജീവനക്കാരായി കാണുക, ശമ്പളം വർദ്ധിപ്പിക്കുകയും ചെയ്യുക, കരാർ തൊഴിലാളികളെ സ്ഥിരപ്പെടുത്തുക, തുല്യ ജോലിക്ക് തുല്യവേതനം നൽകുക, ബാങ്ക് ജീവനക്കാരുടെ അധിക ജോലിഭാരം ഒഴിവാക്കി പ്രവൃത്തി ദിവസം 5 ആക്കുക, മിനിമം വേതനം 30,000 ആക്കുക ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ച് നടക്കുന്ന ദേശീയ പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായിട്ടാണ് BMS ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് ധർണയും സംഘടിപ്പിച്ചത്. ജില്ലാ പ്രസിഡന്റ് സലീം തന്നിലാപുരം അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സമിതി അംഗങ്ങളായ PK രവീന്ദ്രനാഥ്, S രാജേന്ദ്രൻ, ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ V ശിവദാസ്, NV ശശി എന്നിവർ സംസാരിച്ചു. 5 വിളക്കിൽ നിന്ന് ആരംഭിച്ച പ്രതിഷേധ പ്രകടനത്തിന് ജില്ലാ സെക്രട്ടറി K രാജേഷ്, V ശരത്, R ഹരിദാസ്, T കുമരേശൻ, S അമർനാഥ്, PK ബൈജു എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. നഗരസഭാ കൗൺസിൽ യോഗങ്ങൾ യഥാസമയം വിളിച്ചു ചേർക്കുന്നതിൽ വീഴ്ച വരുത്തിയ ഒറ്റപ്പാലം നഗരസഭാ ചെയർപേഴ്സണെ അയോഗ്യനാക്കണം എന്ന് ആവശ്യപ്പെട്ട് സംസ്ഥാന ഇലക്ഷൻ കമ്മീഷന് മുസ്ലിം ലീഗ് പരാതി നൽകി. കൗൺസിൽ യോഗങ്ങൾ വിളിച്ചു ചേർക്കാത്തത് കാരണം നഗരസഭയുടെ അടിസ്ഥാനപരമായ നിരവധി വികസന പ്രവർത്തനങ്ങളിൽ കൗൺസിലർമാരുടെ അഭിപ്രായം രേഖപ്പെടുത്താനുള്ള ഭരണഘടനാപരമായ അവകാശങ്ങളാണ് ഇതുമൂലം ചെയർപേഴ്സൺ തടസ്സപ്പെടുത്തുന്നതെന്ന് മുസ്ലിം ലീഗ് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. 11/3/2026 മുതൽ 28/4/2026 വരെയുള്ള കാലയളവിൽ കൗൺസിൽ യോഗം വിളിച്ചു ചേർത്തിട്ടില്ല. ഒപ്പം 8/7/2026 മുതൽ 17/8/2026 വരെയുള്ള കാലയളവിൽ കൗൺസിൽ യോഗം വിളിച്ചു ചേർത്തിട്ടില്ല എന്നും മുസ്ലിം ലീഗ് കുറ്റപ്പെടുത്തി. ഇതിനെതിരെയാണ് നിയമപരമായ ബാധ്യത നിറവേറ്റാത്ത ഒറ്റപ്പാലം മുനിസിപ്പൽ ചെയർമാനെതിരെ അയോഗ്യ നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും മറ്റ് അധികാരികളെയും സമീപിച്ചതെന്നും ലീഗ് നേതാക്കൾ കുറ്റപ്പെടുത്തി. ഇത് കൗൺസിലർമാർക്കുള്ള ഭരണഘടനാപരമായ അവകാശങ്ങളെ ലംഘിക്കുന്നതിന് സമാനമാണ്. മുനിസിപ്പൽ നിയമപ്രകാരം ഒരു മാസത്തിൽ ഒരിക്കലെങ്കിലും പരമാവധി 30 ദിവസത്തിനുള്ളിൽ ഒരു കൗൺസിൽ ചേരണം എന്ന് മുനിസിപ്പൽ ആക്ട് പറയുമ്പോൾ ഒറ്റപ്പാലം നഗരസഭാ ചെയർപേഴ്സൺ കഴിഞ്ഞ തവണ വിളിച്ചു ചേർത്തത് 47 ദിവസങ്ങൾക്ക് ശേഷമാണ്. ഇന്ന് നഗരസഭാ കൗൺസിൽ യോഗം ചേരുകയാണ് 39 ദിവസങ്ങൾക്ക് ശേഷമാണ്. അതുകൊണ്ട് ഒറ്റപ്പാലം നഗരസഭാ ചെയർപേഴ്സൺ ഈ സ്ഥാനത്ത് തുടരാൻ അയോഗ്യതയാണ് ഉള്ളവരാണ്. അതുകൊണ്ട് മുനിസിപ്പൽ നിയമപ്രകാരം അവരെ അയോഗ്യത കൽപ്പിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് സംസ്ഥാന ഇലക്ഷൻ കമ്മീഷന് പരാതി നൽകിയിട്ടുണ്ട്. ആ പരാതി നൽകിയതിൻ്റെ കോപ്പിയും റെസിപ്റ്റുമാണ് ഉള്ളത്. ഇങ്ങനെ കൗൺസിൽ യോഗങ്ങൾ വിളിക്കാത്തത് കൊണ്ട് തെരുവിളക്കിൻ്റെ പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ, അതോടൊപ്പം തന്നെ തെരുവുനായുടെ ആക്രമണങ്ങളിൽ നിന്ന്, റോഡുകളുടെ ശോച്യാവസ്ഥയിൽ നിന്ന് ഒരുപാട് ആളുകൾ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ കാര്യങ്ങളൊന്നും മുനിസിപ്പൽ കൗൺസിൽ യോഗത്തിൽ അവതരിപ്പിക്കാൻ അവസരങ്ങൾ ലഭിക്കുന്നില്ല. മുസ്ലിം ലീഗ് കൗൺസിലർമാരായ PAM ജലീൽ, ഉമർ ഫറൂഖ്, മുഹമ്മദ് ഫായിസ്, മുസ്ലിം ലീഗ് ജില്ലാ കമ്മിറ്റി അംഗം PP മുഹമ്മദ് കാസിം എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. ഒലവക്കോട് വൻ ലഹരിവേട്ട. ദമ്പതികൾ ഉൾപ്പെടെ 3 പേർ പിടിയിലായി. MDMA, കൊക്കൈൻ, ഹൈബ്രിഡ് കഞ്ചാവ്, LSD സ്റ്റാമ്പ് എന്നിവ ഇവരിൽ നിന്നും കണ്ടെടുത്തു. ഓണം സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി നോർത്ത് പോലീസും ഡാൻസ് ഓഫ് ടീമും സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് വൻ ലഹരി മരുന്ന് ശേഖരം പിടികൂടിയത്. ഒലവക്കോട് ജംഗ്ഷനിൽ തിങ്കളാഴ്ച പുലർച്ചെയാണ് 3 അംഗ സംഘം പിടിയിലായത്. കോട്ടയം കാഞ്ഞിരപ്പള്ളി സ്വദേശി മുഹമ്മദ് നിഷി, മലപ്പുറം വേങ്ങര സ്വദേശി മുഹമ്മദ് അസറുദ്ദീൻ, കർണാടക ദക്ഷിണ കന്നഡ സ്വദേശി ബി ഫാത്തിമ എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. 1 കിലോഗ്രാമോളം MDMAയും കൊക്കൈൻ, ബ്രൗൺ ഷുഗർ, LSD സ്റ്റാമ്പ്, ഹൈബ്രിഡ് കഞ്ചാവ് തുടങ്ങിയ മാരക ലഹരി വസ്തുക്കളാണ് ഇവരിൽ നിന്ന് പിടിച്ചെടുത്തത്. റെയിൽവേ സ്റ്റേഷനിൽ കഞ്ചാവുമായി വന്നിറങ്ങിയ
പ്രധാന ലഹരിക്കടത്തിനെക്കുറിച്ചുള്ള നിർണായക വിവരങ്ങൾ ലഭിച്ചത്. രഹസ്യവിവരത്തെ തുടർന്ന് കഴിഞ്ഞ 3 ദിവസമായി ലഹരി മാഫിയ പോലീസിന്റെ നിരീക്ഷണത്തിലായിരുന്നു. ലഹരി സംഘത്തിന് പണം നൽകുന്ന പ്രധാന സാമ്പത്തിക സ്രോതമായ വ്യക്തിയെ ഞായറാഴ്ച രാത്രി ഒലവക്കോട് താണാവ് ഭാഗത്ത് ആഡംബര കാറിലെത്തിയപ്പോൾ ഡാൻസ് ഓഫ് ടീം വാഹനം തടഞ്ഞ് പിടികൂടുകയായിരുന്നു. ഇയാൾ നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് തിങ്കളാഴ്ച ലഹരിയുമായി എത്തിയവരെ പിടികൂടിയത്. തമിഴ്നാട്ടിലെ കുനിയമ്പത്തൂർ ഭാഗത്തുനിന്ന് തന്നെ ലഹരിക്കടത്ത് സംഘത്തിന്റെ വാഹനങ്ങൾ പോലീസ് പിന്തുടർന്നു. പോലീസ് നിരീക്ഷണം മനസ്സിലാക്കിയ സംഘം വേലന്താവളം വഴി ചിറ്റൂരിലൂടെ റൂട്ട് മാറ്റി പാലക്കാട്ടേക്ക് കടക്കാൻ ശ്രമിച്ചെങ്കിലും ഒലവക്കോട് ജംഗ്ഷനിൽ വെച്ച് പോലീസ് തടയുകയായിരുന്നു. നിർത്താതെ മുന്നോട്ട് നീങ്ങിയ സംഘത്തെ പോലീസ് വാഹനം കുറുകെയിട്ടാണ് കീഴ്പ്പെടുത്തിയത്. പുലർച്ചെ 2 മണിക്ക് ആരംഭിച്ച വിശദമായ പരിശോധന 3 മണിക്കൂറിലധികം നീണ്ടുനിന്നു. വളരെ വിദഗ്ധമായി ലഹരി വസ്തുക്കൾ ഒളിപ്പിച്ചിരുന്നതിനാൽ പിടിക്കപ്പെടില്ലെന്ന് പ്രതികൾക്ക് പൂർണ്ണ വിശ്വാസമുണ്ടായിരുന്നു. അതിനാൽ സംഘം പോലീസുമായി ഒട്ടും സഹകരിച്ചിരുന്നില്ല. ഒടുവിൽ പുലർച്ചെ 5 മണിയോടെ കാറിന്റെ ഡീസൽ ടാങ്കിന് സമീപം പ്രത്യേകമായി പൊതിഞ്ഞു സൂക്ഷിച്ച നിലയിലാണ് ലഹരി വസ്തുക്കൾ കണ്ടെടുത്തത്. പിടിയിലായവർ വൻ ലഹരി മാഫിയയിലെ കണ്ണികൾ മാത്രമാണെന്നും സംഭവത്തിന് പിന്നിൽ പ്രവർത്തിച്ച കൂടുതൽ ആളുകൾക്കായി അന്വേഷണം ഊർജിതമാക്കിയതായും പോലീസ് അറിയിച്ചു. ജനങ്ങളുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി ലക്ഷ്യബോധത്തോടെ പ്രവർത്തിച്ചാൽ BJPക്ക് ഭരണത്തിൽ എത്താൻ സാധിക്കുന്ന വളക്കൂറുള്ള മണ്ണാണ് മണ്ണൂർ എന്ന് BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് C. കൃഷ്ണകുമാർ പറഞ്ഞു. മണ്ണൂരിൽ ദീൻദയാൽ സേവാ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജനങ്ങളുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി ലക്ഷ്യബോധത്തോടെ പ്രവർത്തിച്ചാൽ BJPക്ക് ഭരണത്തിലെത്താൻ സാധിക്കുമെന്ന വളക്കൂറുള്ള മണ്ണാണ് മണ്ണൂരെന്ന് BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് C. കൃഷ്ണകുമാർ പറഞ്ഞു. ഭാരതരത്നം അടൽ ബിഹാരി വാജ്പേയിയുടെ സ്മൃതി ദിനത്തിൽ BJP മണ്ണൂർ പഞ്ചായത്ത് കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആ ലക്ഷ്യത്തോടെ പ്രവർത്തിക്കാൻ പാർട്ടി ഓഫീസിനും പ്രവർത്തകർക്കും സാധിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഓഫീസ് ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഓഫീസായിട്ടല്ല ഇത് പ്രവർത്തിക്കുന്നത്. കേവലം രാഷ്ട്രീയ പാർട്ടിയുടെ ഓഫീസല്ല, മറിച്ച് മണ്ണൂർ പഞ്ചായത്തിലെ ജനങ്ങൾക്ക് ഈ മോദി സർക്കാർ കൊണ്ടുവന്നിട്ടുള്ള 300-ലധികം പദ്ധതികൾ, വ്യത്യസ്തമായിട്ടുള്ള പദ്ധതികൾ, ഉള്ളവരും ഇല്ലാത്തവരും പൈസ പണക്കാരനും എല്ലാം ഉള്ള നിരവധി പദ്ധതികൾ മോദി സർക്കാരിൻ്റെതായിട്ടുള്ള പദ്ധതികൾ. ആ പദ്ധതികളില് അംഗമാവാനും ആ പദ്ധതികളിലെ ആനുകൂല്യങ്ങൾ അവർക്ക് നേടിയെടുക്കാനുമുള്ള ഒരു സേവന കേന്ദ്രമായിട്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ മണ്ണൂർ പഞ്ചായത്ത് കമ്മിറ്റി ഓഫീസ് മാറപ്പെടണം. അത് എന്ന് മാറപ്പെടുന്നുവോ അന്ന് ഭാരതീയ ജനതാ പാർട്ടിക്ക് മണ്ണൂർ പഞ്ചായത്തിന് ജനകീയ അടിത്തറ വിവരമാവും. വാജ്പേയി സ്മൃതി ദിനാചരണത്തിന്റെ ഭാഗമായി ഛായാചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തിയ ശേഷം പഞ്ചായത്ത് പരിധിയിലെ നിർധനരായ കിഡ്നി ക്യാൻസർ രോഗികൾക്കായി BJP ഒരുക്കിയ ഓണക്കിറ്റുകളുടെ വിതരണോദ്ഘാടനവും C. കൃഷ്ണകുമാർ നിർവഹിച്ചു. നിർധനരായ കിടപ്പ് രോഗികൾക്ക് മെഡിക്കൽ ഉപകരണങ്ങളും അടിയന്തര സഹായങ്ങളും എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ BJP പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച ദീൻദയാൽ സേവാ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനവും ചടങ്ങിൽ നടന്നു. യോഗാചാര്യൻ VS ഭഗത്തിന് എയർബെഡ് നൽകി. M. വേണുഗോപാൽ, K. മോഹൻദാസ് എന്നിവർ ചേർന്ന് സേവാ കേന്ദ്രത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് രാജേഷ് പുതിയത് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ പാലക്കാട് ഈസ്റ്റ് ജില്ലാ വൈസ് പ്രസിഡന്റ് MP. ശ്രീകുമാർ, മണ്ഡലം പ്രസിഡന്റ് ഗംഗാ ഭഗത്, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് VK. പ്രതാപൻ, M. സഹദേവൻ, മുൻ മെമ്പർ സരിത രാജേഷ്, പഞ്ചായത്ത് മെമ്പർമാരായ ഷിതി പ്രസാദ്, അമിത പ്രദീപ് എന്നിവർ പങ്കെടുത്തു. കൂടാതെ പഞ്ചായത്ത് മണ്ഡലം ഭാരവാഹികൾ, മോർച്ച ഭാരവാഹികൾ, മുൻകാല പ്രവർത്തകർ, മുൻ മെമ്പർമാർ, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച സ്ഥാനാർത്ഥികൾ, പാർട്ടി പ്രവർത്തകർ എന്നിവരും സന്നിഹിതരായിരുന്നു. ചടങ്ങിൽ ജനറൽ സെക്രട്ടറി T. ബാലകൃഷ്ണൻ സ്വാഗതവും സുരേഷ് പേരടിക്കുന്ന് നന്ദിയും രേഖപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ഷൊർണൂരിൽ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈൻ പൊട്ടി കുടിവെള്ളം പാഴാവുന്നു. ഇതുമൂലം ഉയർന്ന പ്രദേശങ്ങളിൽ രൂക്ഷമായ ജലക്ഷാമം നേരിടുകയാണ്. ഷൊർണൂർ നഗരസഭയുടെ എതിർവശത്തുള്ള ട്രാൻസ്ഫോമറിന് സമീപത്തുള്ള വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടിയാണ് കുടിവെള്ളം വ്യാപകമായി പാഴാവുന്നത്. താഴ്ന്ന പ്രദേശത്തെ പൈപ്പ് ലൈൻ പൊട്ടി വെള്ളം പാഴാക്കി പോകുന്നത് മൂലം വികാസ് ഓഡിറ്റോറിയം, ചോലക്കുളം തുടങ്ങിയ ഉയർന്ന പ്രദേശങ്ങളിലേക്ക് കുടിവെള്ളം ലഭിക്കാൻ വൻ പ്രയാസം നേരിടുന്നതായി പ്രദേശവാസികൾ പരാതിപ്പെടുന്നു. ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയെന്നാണ് ആക്ഷേപം. നിരന്തരം പരാതി നൽകിയിട്ടും ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ലെന്ന് ശക്തമായ ആരോപണമുണ്ട്. വകുപ്പുകളുടെ പഴിചാരൽ ഇതുമായി ബന്ധപ്പെട്ട് ഒരാഴ്ച മുൻപ് BJP വെസ്റ്റ് ജില്ലാ സെൽ കോർഡിനേറ്റർ SP. മുരളി വാട്ടർ അതോറിറ്റി എഞ്ചിനീയറുമായി സംസാരിച്ചിരുന്നു. ട്രാൻസ്ഫോമറിന്റെ അടിയിലൂടെയാണ് പൈപ്പ് ലൈൻ പോകുന്നതെന്നും KSEB പവർ ലൈൻ ഓഫ് ചെയ്തു തരികയാണെങ്കിൽ പൈപ്പ് ശരിയാക്കി നൽകാമെന്നാണ് എഞ്ചിനീയർ മറുപടി നൽകിയത്. എന്നാൽ KSEB അധികാരികളെ ബന്ധപ്പെട്ടപ്പോൾ വാട്ടർ അതോറിറ്റി ഔദ്യോഗികമായി കത്ത് നൽകുകയാണെങ്കിൽ ഉടൻ തന്നെ ലൈൻ ഓഫ് ചെയ്തു നൽകാമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. വാട്ടർ അതോറിറ്റിയുടെ ഭാഗത്തുനിന്ന് ഇതുവരെ കത്ത് നൽകാൻ പോലും തയ്യാറായിട്ടില്ല. ഇത്തരത്തിലുള്ള ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ കാരണമാണ് ഉയർന്ന പ്രദേശങ്ങളിലെ ജനങ്ങൾ കുടിവെള്ളം കിട്ടാതെ ദുരിതം അനുഭവിക്കുന്നതെന്നും
SP മുരളി കുറ്റപ്പെടുത്തി. അപ്പോൾ അത് റെഡിയാക്കണമെന്നുണ്ടെങ്കിൽ അതിൽ നല്ല പണിക്കാരനെ വെച്ച് KSEBിനെ കൊണ്ട് ഈ ട്രാൻസ്ഫോമർ ഓഫ് ചെയ്തിട്ട് കണക്ഷൻ ഓഫ് ചെയ്തിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് AE പറയുന്നത്. ഞാൻ AE ആയിട്ട് ബന്ധപ്പെട്ടപ്പോൾ AE പറയുന്നത് അതിന് KSEBിക്ക് ഒരു ലെറ്റർ കൊടുത്തിട്ട് അതിന് ശേഷമാണ് ഇത് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു ദിവസം ചിലപ്പോൾ ഓഫ് ചെയ്യേണ്ടി വരും, എന്നിട്ട് ഈ പൈപ്പ് ലൈൻ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ KSEB AE ആയിട്ട് സംസാരിച്ചപ്പോൾ അവർ അവിടെ ലെറ്റർ എപ്പോൾ തരികയാണോ വാട്ടർ അതോറിറ്റി ആ നിമിഷം ഞങ്ങൾ വെള്ളം ഇതിന് വേണ്ടിയിട്ട് ട്രാൻസ്ഫോമർ ഓഫ് ചെയ്ത് തരാമെന്നാണ് അവർ പറഞ്ഞത്. പക്ഷേ ഈ വാട്ടർ അതോറിറ്റിയുടെ ഭാഗത്ത് AEക്ക് ഒരു KSEBിയിലേക്ക് ഒരു ലെറ്റർ പോയിട്ടില്ല. അപ്പോൾ ആ അടിസ്ഥാനത്തിൽ 1.5 മാസമായിട്ട് ഈ വെള്ളം പോകാതെ ജനങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ട് സംഭവിച്ചിട്ടും ഈ നടപടി വാട്ടർ അതോറിറ്റിയുടെ ഉദ്യോഗസ്ഥ ഭാഗത്തു നിന്നൊന്നും നടക്കണില്ല. പൊട്ടിയ പൈപ്പ് ലൈൻ അടിയന്തരമായി ശരിയാക്കി ജലവിതരണം പുനഃസ്ഥാപിച്ചില്ലെങ്കിൽ വാട്ടർ അതോറിറ്റി അധികാരികളുടെ ഈ അരങ്ങാപ്പാറ നയത്തിനെതിരെ ശക്തമായ ജനകീയ പ്രക്ഷോഭത്തിന് തുടക്കം കുറിക്കുമെന്ന് പ്രദേശവാസികൾ മുന്നറിയിപ്പ് നൽകി. ന്യൂസ് സെന്റർ, ഷൊർണൂർ. നിർധന രോഗികൾക്ക് ഓണം ആഘോഷിക്കാൻ ധനസഹായം നൽകി മണ്ണൂർ പെരടിക്കുന്ന് ദീപം സാധുജന പരിപാലന സമിതി. മേഖലയിലെ 50ഓളം വരുന്ന രോഗികൾക്കാണ് ഇവർ സഹായം നൽകിയത്. നാടെങ്ങും ആർഭാടമായി ഓണാഘോഷം നടക്കുമ്പോൾ ദീപം സാധുജന പരിപാലന സമിതി ചെയ്യുന്ന ജീവകാരുണ്യ പ്രവർത്തനം നാടിന് തന്നെ മാതൃകയാണ്. ഓണാഘോഷം ഉദ്ഘാടനം ചെയ്ത് മണ്ണൂർ പഞ്ചായത്ത് പ്രസിഡന്റ് TR ശശി പറഞ്ഞു. T പ്രസാദ് അധ്യക്ഷത വഹിച്ചു. റിട്ടയർഡ് എയർഫോഴ്സ് ഓഫീസർ വിജയകുമാർ, നന്മ ട്രസ്റ്റ് രക്ഷാധികാരി തങ്കപ്പൻ, പഞ്ചായത്ത് അംഗങ്ങളായ അമിത പ്രദീപ്, MD വിശ്വം, ജയന്തി, സമിതി പ്രസിഡന്റ് AP ഉണ്ണികൃഷ്ണൻ, M സുരേഷ്, B രവീന്ദ്രൻ എന്നിവർ സംസാരിച്ചു. സമിതി രക്ഷാധികാരി K ബാലകൃഷ്ണൻ സ്വാഗതവും സെക്രട്ടറി N ഗംഗാധരൻ നന്ദിയും പറഞ്ഞു. 50 നിർധന രോഗികൾക്കായി 1,15,000 രൂപ വിതരണം ചെയ്തു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. പ്രശസ്ത തിരക്കഥാകൃത്തും സംവിധായകനുമായിരുന്ന AK ലോഹിതദാസിന്റെ സ്മരണാർത്ഥം ഒറ്റപ്പാലം ഫിലിം അക്കാദമി സംഘടിപ്പിച്ച അഖില കേരള ചെറുകഥാ മത്സരത്തിന്റെ ഫലം പ്രഖ്യാപിച്ചു. കാവൽ ലീല എന്ന ചെറുകഥ എഴുതിയ മലപ്പുറം കൊണ്ടോട്ടി സ്വദേശി രാജേഷ് മോൻജിയാണ് AK ലോഹിതദാസ് പ്രഥമ പുരസ്കാരത്തിന് അർഹനായത്. 81 ചെറുകഥാകൃത്തുക്കൾ പങ്കെടുത്ത മത്സരത്തിൽ സംസ്ഥാനത്തെ 14 ജില്ലകളിൽ നിന്നുള്ള പ്രാതിനിധ്യമുണ്ടായിരുന്നു. പ്രമുഖ തിരക്കഥാകൃത്തും അധ്യാപകനുമായ ഡോക്ടർ സിജി രാജേന്ദ്രബാബു ചെയർമാനും കവിയും അഭിഭാഷകനുമായ അഡ്വക്കേറ്റ് PT നരേന്ദ്രമേനോൻ, മലയാള മനോരമ ചീഫ് സബ് എഡിറ്റർ രാജീവ് ഗോപാലകൃഷ്ണൻ, ഒറ്റപ്പാലം ഫിലിം അക്കാദമി ഡയറക്ടർ ഡോക്ടർ അജയ്പുരം ജ്യോതിഷ് കുമാർ എന്നിവർ അംഗങ്ങളായ ജൂറിയാണ് അവാർഡ് വിജയികളെ തിരഞ്ഞെടുത്തത്. പ്രത്യേക ജൂറി പുരസ്കാരങ്ങൾ പാലക്കാട് ജില്ലയിലെ ആലത്തൂർ സ്വദേശിനി അഡ്വക്കേറ്റ് ബേബി ഷീല വിക്കും ചെറുകഥ ആത്മാർപ്പണം, പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലം സ്വദേശി ഫിറോസ് പടിഞ്ഞാറേക്കരയ്ക്കും ചെറുകഥ തനിയാവർത്തനം പ്രത്യേക ജൂറി പുരസ്കാരം നൽകാനും ജൂറി ശുപാർശ ചെയ്തു. 10,000 രൂപയും AK ലോഹിതദാസിന്റെ ചിത്രം ആലേഖനം ചെയ്ത ഫലകവും പ്രശസ്തി പത്രവുമാണ് മികച്ച ചെറുകഥാകൃത്തിന് സമ്മാനമായി നൽകുന്നത്. പ്രത്യേക ജൂറി പരാമർശത്തിന് അർഹമായവർക്ക് AK ലോഹിതദാസിന്റെ ചിത്രം ആലേഖനം ചെയ്ത ഫലകവും പ്രശസ്തി പത്രവും നൽകും. അവാർഡ് ദാനം 2026 നവംബർ അവസാന വാരം ഒറ്റപ്പാലം ഫിലിം അക്കാദമിയിൽ ഹാളിൽ വെച്ച് നടക്കും. ചടങ്ങിൽ വെച്ച് മത്സരത്തിൽ പങ്കെടുത്ത എല്ലാ ചെറുകഥാകൃത്തുക്കൾക്കും സർട്ടിഫിക്കറ്റുകൾ വിതരണവും ചെയ്യുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. പത്രസമ്മേളനത്തിൽ ജൂറി അംഗവും അക്കാദമി ഡയറക്ടറുമായ പ്രൊഫസർ ഡോക്ടർ അജയ്പുരം ജ്യോതിഷ് കുമാർ, അക്കാദമി ചീഫ് ഡയറക്ടർ ജാഫർജി, അക്കാദമി അംഗം അൻഷ TP എന്നിവരും പങ്കെടുത്തു. കേരളത്തിലെ 11 ജില്ലകളിൽ നിന്ന്, അതായത് കോട്ടയം, കാസർഗോഡ്, വയനാട് ഈ 3 ജില്ലകൾ ഒഴിച്ച് ബാക്കി എല്ലാ ജില്ലകളിൽ നിന്നും കഥകൾ ഞങ്ങൾക്ക് അയച്ചു കിട്ടി. ആകെ 81 കഥകൾ ഉണ്ടായിരുന്നു. അതിന്റെ വിശദാംശങ്ങളിലേക്കാണ്, അതിന്റെ ഫലപ്രഖ്യാപനത്തിലേക്കാണ് കടക്കുന്നത്. അപ്പോൾ ഇതില് 4 പേരടങ്ങുന്ന ഒരു ജഡ്ജിങ് കമ്മിറ്റിയാണ്, ജൂറിയാണ് ഈ ചെറുകഥാ മത്സര വിജയികളെ തിരഞ്ഞെടുത്തത്. അതിന്റെ ചെയർമാൻ ഇപ്പോൾ മദ്രാസിൽ താമസിക്കുന്ന മദ്രാസ് യൂണിവേഴ്സിറ്റിയിലെ മുൻ പ്രൊഫസറും സ്ഫടികം പോലെയുള്ള ഗുരു തുടങ്ങിയ സിനിമകളുടെ തിരക്കഥ രചയിതാവുമായ ശ്രീ CG രാജേന്ദ്രബാബുവാണ് ചെയർമാൻ. ഒറ്റപ്പാലംകാർക്ക് സുപരിചിതനായ കവിയും അഭിഭാഷകനുമായ അഡ്വക്കേറ്റ് PT നരേന്ദ്രമേനോൻ, അതുപോലെ തന്നെ മലയാള മനോരമയുടെ തിരുവനന്തപുരം ബ്യൂറോയിലെ പത്രപ്രവർത്തകനായ ശ്രീ രാജീവ് ഗോപാലകൃഷ്ണൻ, പിന്നെ ഇതിന്റെ ഒരു അക്കാദമിയുമായി ബന്ധപ്പെട്ട ഒരു ഭാരവാഹി എന്നുള്ള നിലയ്ക്ക് ഞാൻ, എൻ്റെ പേര് ഡോക്ടർ അജയ്പുരം ജ്യോതിഷ് കുമാർ, ഞങ്ങൾ 4 പേരാണ് ഈ ജൂറിയിൽ ഉണ്ടായിരുന്നത്. ജൂറി ഏകകണ്ഠമായി ഒരു വ്യത്യാസവുമില്ലാതെയാണ് ഇതിന്റെ 1ാം സമ്മാന അർഹനെ തിരഞ്ഞെടുത്തിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. എല്ലാവർക്കും ബിരുദമെന്ന ലക്ഷ്യത്തോടെ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി വിവിധ പ്രോഗ്രാമുകൾ ആരംഭിച്ചു. യൂണിവേഴ്സിറ്റിയുടെ UG PG പ്രവേശനത്തിന് ഓഗസ്റ്റ് 25 വരെ ഓൺലൈനിലൂടെ അപേക്ഷിക്കാമെന്ന് വൈസ് ചാൻസലർ പ്രൊഫസർ VT ജഗതിരാജ് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു.
16 UG 14 PG പ്രോഗ്രാമുകളാണ് ആരംഭിക്കുന്നത്. 16 UG പ്രോഗ്രാമുകളിൽ 4 4 വർഷ കോഴ്സാണ്. +2 PDC യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാനാവും. നിലവിൽ ജോലി ചെയ്യുന്നവർക്ക് സൗകര്യമുള്ള സമയക്രമം തിരഞ്ഞെടുക്കാനാകും. നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് TC വാങ്ങിക്കാതെ തന്നെ ഇഷ്ടമുള്ള UG PG എന്നിവയ്ക്ക് ചേരുന്നതിലൂടെ വർഷങ്ങളുടെ സമയലാഭവും ഉണ്ടാകും. മാറിവന്ന വിദ്യാഭ്യാസ രീതിക്കും നൈപുണ്യ വികസനത്തിനും ഊന്നൽ നൽകിയാണ് പാഠ്യപദ്ധതി പരിഷ്കരിച്ചിരിക്കുന്നത്. മോക്ക് കോഴ്സുകൾ പഠിക്കുന്നതിൻ്റെ കൂടെ ഇന്റേൺഷിപ്പിനും പ്രോജക്റ്റിനും അവസരമുണ്ടാകും. UGC മാനദണ്ഡപ്രകാരം 50ഓളം നൈപുണ്യ സർട്ടിഫിക്കറ്റ് കോഴ്സുകളും വിവിധ വിദേശ ഭാഷാ പഠനവും ഈ വർഷം ആരംഭിക്കും. കോഴ്സുകൾ നടത്തിപ്പിന് പട്ടാമ്പി റീജിയന് കീഴിൽ 9 കോളേജുകളെ തിരഞ്ഞെടുത്തതായും വൈസ് ചാൻസലർ പറഞ്ഞു. ഒരുപാട് സാമൂഹിക പ്രവർത്തനം ചെയ്യുന്നുണ്ട്. അതായത് നമ്മൾ വീട് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ 29 വീട്, കഴിഞ്ഞ വർഷം 19 വീട്, ഈ വർഷം 15 വീട്, ഈ വർഷം 14 വീട്, ഏജന്റ് മേഴ്സിന് ഫ്രീ എഡ്യൂക്കേഷൻ, ഡിഫറെന്റ് ലേബറിന് ഫ്രീ എഡ്യൂക്കേഷൻ, അങ്ങനെ ജനങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാം. പിന്നെ പരീക്ഷ എന്ന് പറഞ്ഞാൽ എല്ലാ പരീക്ഷ മലയാളത്തിലല്ല. ക്വസ്റ്റ്യൻ പേപ്പർ ഇത്തവണ മലയാളത്തിലാക്കുന്നുണ്ട്. ക്വസ്റ്റ്യൻ പേപ്പർ മലയാളത്തിലാക്കണം. ഇത്തവണ സ്റ്റഡി മെറ്റീരിയൽ മലയാളത്തിൽ കൊടുക്കാനുള്ള തീരുമാനം എടുത്തിട്ടുണ്ട്. അത് നമ്മൾ പ്രോസസ് ചെയ്യുകയാണ്. സ്റ്റഡി മെറ്റീരിയൽ, പിന്നെ LDesk, പിന്നെ മൊബൈൽ ആപ്പ് ഉണ്ട്, പിന്നെ റെക്കോർഡഡ് വീഡിയോ. ഈ പ്രൈവറ്റൈസേഷൻ ഇതൊന്നുമില്ല. അവർ പറയുന്ന ഫീസ് കുറവാണ്, പാവപ്പെട്ട കുട്ടികൾക്ക് പഠിക്കാൻ പറ്റുമെന്നുള്ള രീതി. അത് ശരിക്കും തെറ്റാണ്. അതായത് അവർ ഇനീഷ്യൽ രജിസ്ട്രേഷൻ ഫീസ് മാത്രമേ വാങ്ങുന്നു. പിന്നെ എല്ലാം ബാക്കിയുള്ള വേറെ ഇൻസ്റ്റിറ്റ്യൂട്ടുകാരാണ് പഠിപ്പിക്കുന്നത്. അവിടെ ഹൈ ഫീസ് വാങ്ങിച്ചിട്ടാണ് അത് മറച്ചു വെച്ചിട്ടാണ് ഇത് പറയുന്നത്. മനസ്സിലായി? ഇതിന്റെ പിന്നിലൊരു കാര്യമുണ്ട്. പ്രൈവറ്റൈസേഷൻ കൊണ്ടുവന്ന് കുറെ കോളേജ് അധ്യാപകർ ഇതിന്റെ പിന്നിലുള്ള ഒരു സ്വാർത്ഥ താല്പര്യമാണ്. നമ്മുടെ ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി പ്രോബ്ലം ഉണ്ടെന്നൊക്കെ പറയുന്നത്. അത് ഇപ്പൊ ഒരു ആൾട്ടർനേറ്റീവ് ഉണ്ട്. എല്ലാ കുട്ടികൾക്ക് റെഗുലർ കോളേജിൽ പഠിക്കാൻ പറ്റാത്ത കുട്ടികൾക്ക് ആൾട്ടർനേറ്റീവ് ഇപ്പോൾ അവൈലബിൾ ആണ് നമ്മുടെ ശ്രീനാരായണ. പട്ടാമ്പി റീജിയണൽ ഡയറക്ടർ PRO പ്രൊഫസർ വനജ, ഡോക്ടർ P. ദീപ, ഡോക്ടർ ലതിക S എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഒറ്റപ്പാലം NSS കോളേജ് റിട്ടയേർഡ് പ്രൊഫസർ R. ഗോവിന്ദൻകുട്ടി കർത്തയുടെ ജീവിതവും കാലവും അടയാളപ്പെടുത്തുന്ന ഋതുക്കളെ തോൽപ്പിച്ച മരം എന്ന പുസ്തകത്തിന്റെ പ്രകാശനം നടന്നു. സിനിമാ സംവിധായകൻ ലാൽ ജോസ് പ്രകാശനം കർമ്മം നിർവഹിച്ചു. കൗരവരും പാണ്ഡവരും ഒക്കെ നടക്കുന്നത് ഏകലഭ്യമായിരുന്നു. ചെറിയൊരു കുശുമ്പോടുകൂടെ മാറിയിട്ടില്ല. കാരണം കോളേജ് ഇത്തിരി കുസൃതി കൂടുതലുള്ള പുറമ്പോക്കിലുള്ള വിദ്യാർത്ഥികളുള്ള ഒരാളായത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് അതിനൊന്നും എത്താൻ പറ്റിയിട്ടില്ല. പക്ഷെ അതിൻ്റെ സാധനം മറ്റ് സാധനങ്ങളൊക്കെ അടുപ്പമുള്ള വളരെ ഗൗരവമായ ചർച്ചകളൊക്കെ നടത്തുന്നത്, സാമൂഹിക തമാശകളൊക്കെ ഷെയർ ചെയ്യുന്നു. സാറിന് കൂടെ എപ്പോഴും നടക്കുന്ന ആളുകളോട് അമൃതയുടെ ശുഭമില്ല. സുരേഷ് കണ്ടേരി അധ്യക്ഷത വഹിച്ചു. എഡിറ്റർ PT പ്രദീപ് പുസ്തകം പരിചയപ്പെടുത്തി. മുൻ സ്പീക്കർ P. ശ്രീരാമകൃഷ്ണൻ, മുൻ ചീഫ് വിപ്പ് ജയരാജ്, കുഞ്ചൻ നമ്പ്യാർ സ്മാരക ചെയർമാൻ K. ജയദേവൻ, K. രാമദാസൻ, പൂച്ചാക്കൽ ഷാഹുൽ, കർത്തയുടെ സഹോദരി അംബികക്കുട്ടി, CK ശശി ചേർത്തല, A. അനിൽകുമാർ, NSS കോളേജ് റിട്ടയർഡ് പ്രൊഫസർ R. ഗോവിന്ദൻകുട്ടി കർത്ത എന്നിവർ സംസാരിച്ചു. കർത്തയിൽ നിന്ന് പഠിക്കുകയും അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിക്കുകയും ചെയ്ത 50 പേരുടെ ഓർമ്മകളും അനുഭവങ്ങളുമാണ് പുസ്തകത്തിന്റെ സവിശേഷത. ആലപ്പുഴയിലെ ചേർത്തലയിൽ നിന്ന് ഒറ്റപ്പാലത്തെത്തി നിരവധി തലമുറകളുടെ ജീവിതത്തിന്റെ ഭാഗമായി മാറിയ അധ്യാപകനാണ് കർത്ത. അധ്യാപനത്തിനപ്പുറം കുട്ടികളുമൊത്ത് സാമൂഹികവും സാംസ്കാരികവുമായ നിരവധി പ്രവർത്തനങ്ങൾക്ക് കർത്ത നേതൃത്വം നൽകിയിട്ടുണ്ട്. സമൂഹത്തിൽ വർഗീയ വിഭജനങ്ങൾ ശക്തമായി പ്രകടമാകുന്നതിന് വളരെ മുമ്പ് തന്നെ പറയപ്പെട്ട പന്തിരകുലത്തിലൂടെ ഒരു സാംസ്കാരിക പദയാത്ര സംഘടിപ്പിച്ച് നമ്മളെല്ലാം ഒന്നാണ്, സഹോദരങ്ങളാണ് എന്ന സന്ദേശം മുന്നോട്ട് വെച്ചു. ലക്കിടിയിലെ ഭാരതപ്പുഴയിൽ തടയണ പദ്ധതിക്ക് തുടക്കം കുറിച്ചു. നിളയുടെ ആരംഭം മുതൽ അറബിക്കടലിൽ ചേരുന്നവരെ സഞ്ചരിച്ച നിളയാത്രയും അദ്ദേഹത്തിൻ്റെ ശ്രദ്ധേയമായ സംരംഭങ്ങളിലൊന്നായിരുന്നു. വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസത്തിലും കരിയർ രൂപീകരണത്തിലും ജീവിതത്തിലെ നിർണായക ഘട്ടത്തിലും കർത്ത നൽകിയ മാർഗനിർദ്ദേശങ്ങളും ഈ പുസ്തകത്തിന്റെ പ്രധാന പ്രമേയങ്ങളിലൊന്നാണ്. സിനിമാ സംവിധായകൻ ലാൽ ജോസ്, P. രാമകൃഷ്ണൻ, M. B. രാജേഷ് തുടങ്ങി നിരവധി പ്രമുഖർ ഇതിൽ ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട്. കർത്തയെക്കുറിച്ചുള്ള ഓർമ്മകൾ രേഖപ്പെടുത്തുക എന്നതിനപ്പുറം അദ്ദേഹത്തിന്റെ ആശയങ്ങളും പ്രവർത്തനങ്ങളും ജീവിത വീക്ഷണവും വരും തലമുറയിലെ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും പ്രചോദനമാകുന്ന തരത്തിലുള്ള രേഖപ്പെടുത്തുക എന്നതാണ് പുസ്തകത്തിന്റെ ലക്ഷ്യം. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. സേവാഭാരതി കോട്ടായി യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ലഹരി വിരുദ്ധ സന്ദേശ റാലി നടത്തി. റാലി ചെമ്പൈ ഗ്രൗണ്ടിൽ നിന്നും ആരംഭിച്ച് കോട്ടായി ഗവൺമെന്റ് ഹൈസ്കൂളിന് മുൻവശത്ത് സമാപിച്ചു. ലഹരിയോട് വിട പറയാൻ
ഒറ്റക്കെട്ടായി നമുക്ക് നിൽക്കാം. ലഹരിക്കെതിരെ യോദ്ധാക്കളായി. സേവാഭാരതി കോട്ടായി യൂണിറ്റ് സെക്രട്ടറി പി കൃഷ്ണചന്ദ്രൻ സ്വാഗതം പറഞ്ഞു. ബൈജു MS അധ്യക്ഷത വഹിച്ചു. മുഖ്യാതിഥിയായി ദേശീയ സേവാഭാരതി പാലക്കാട് ജില്ലാ പ്രസിഡന്റ് KN രാധാകൃഷ്ണൻ പങ്കെടുത്തു. ലഹരി വിരുദ്ധ സന്ദേശവും കൈമാറി. തുടർന്ന് ബ്രഹ്മകുമാരീസിന്റെ നേതൃത്വത്തിൽ ലഹരി മുക്ത മഹാ ക്യാമ്പയിൻ നടന്നു. ചേന്നങ്കാട് ശ്രീ ശങ്കര വിദ്യാനികേതൻ പ്രധാനാധ്യാപകൻ ബാലഗോപാൽ മാസ്റ്റർ സംസാരിച്ചു. സേവാഭാരതി കോട്ടായി എക്സിക്യൂട്ടീവ് അംഗം KK വിനോദ് നന്ദി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. പ്രിന്റിംഗ് ഡിപ്പാർട്ട്മെന്റ് പെൻഷനേഴ്സ് ഫോറം കേരള ഷൊർണൂർ യൂണിറ്റിന്റെ 11ാം വാർഷികവും കുടുംബസംഗമവും സംഘടിപ്പിച്ചു. സംസ്ഥാന പ്രസിഡന്റ് മാത്യു V. ജോൺ ഉദ്ഘാടനം ചെയ്തു. ഷൊർണൂർ ഗവൺമെന്റ് ടെക്നിക്കൽ ഹൈസ്കൂൾ ഓഡിറ്റോറിയത്തിലെ K. പരമേശ്വരൻ നഗറിൽ വെച്ചാണ് 11ാം വാർഷികവും കുടുംബസംഗമവും സംഘടിപ്പിച്ചത്. ശോഭ രാജനാരായണൻ, P. ഗോപി മോഹനൻ, KO ജോസഫ്, NP രാജനാരായണൻ, VS സുദർശൻ, PM സുരേഷ്, K. ശൈവപ്രസാദ് തുടങ്ങിയവർ സംസാരിച്ചു. ഡോക്ടർ സ്വാതി വെള്ളേശ്ശേരി, ഡോക്ടർ TS വർഷ എന്നിവരുടെ വിജയത്തിൽ ഇരുവരെയും അനുമോദിച്ചു. പുതിയ ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പുണ്ടായി. ന്യൂസ് സെന്റർ, ഷൊർണൂർ. വാണിയംകുളം പനയൂർ TMUP സ്കൂളിൽ അത്യാധുനിക സൗകര്യങ്ങളോടെ പുതിയതായി നിർമ്മിച്ച 14 ശീതീകരിച്ച ക്ലാസ് മുറികളുടെ ഉദ്ഘാടനം നടന്നു. പൊതുവിദ്യാഭ്യാസ മന്ത്രി N. ഷംസുദ്ദീൻ ഉദ്ഘാടനം നിർവഹിച്ചു. ആരോടും ഇടപിടിക്കാവുന്ന നല്ല സംവിധാനങ്ങൾ. ഒരു UP സ്കൂളിലെ എല്ലാ ക്ലാസ് മുറിയും AC ആണെന്ന് പറഞ്ഞാൽ അതൊരു പക്ഷേ പാലക്കാട് ജില്ലയിലും കേരളത്തിൽ തന്നെ എല്ലാ ക്ലാസ് മുറികളും 15 ക്ലാസ് മുറികൾ AC ആക്കുകയെന്ന് പറഞ്ഞ ചെറിയ കാര്യമില്ല. വളരെ നല്ല ഭൗതിക സാഹചര്യം നമ്മുടെ കുട്ടികൾക്ക് ഒരുക്കി കൊടുത്ത മാനേജ്മെന്റിനെ ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു. ഈ സ്കൂൾ എന്ന് പറയുന്നത് ഈ നാടിന്റെ ചരിത്രമാണ്. P. മമ്മിക്കുട്ടി MLA അധ്യക്ഷത വഹിച്ചു. പ്രധാനാധ്യാപിക K. ലീന റിപ്പോർട്ട് അവതരിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് K. ശ്രീജ, ജില്ലാ പഞ്ചായത്ത് അംഗം A. സിന്ധുമോൾ, ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി ചെയർമാൻ K. ഗംഗാധരൻ, പഞ്ചായത്ത് സ്ഥിരം സമിതി ചെയർപേഴ്സൺമാരായ M. ലക്ഷ്മി, NM അബ്ദുൾ സലാം, പഞ്ചായത്ത് അംഗങ്ങളായ PB സുശീല, A. ദിലീപ്, K. നിർമ്മല, CC അനിൽകുമാർ, PV വിനോദ്, അബു സ്വാലിഹ്, ഇബ്രാഹിം മേരകം, KT മുസ്തഫ, AEO KV അസ്കർ അലി, സ്കൂൾ മാനേജർ KM മൊയ്തുപ്പ ഹാജി, KT സൈദലവി ദാരിമി, K. ഭാസ്കരൻ, PTA പ്രസിഡന്റ് P. അനിൽകുമാർ, PK ജയപ്രകാശ്, MP രമ, C. ഷീബ, P. ഹസൻ, K. കൃഷ്ണൻകുട്ടി, K. മധുസൂദനൻ, N. മണികണ്ഠൻ, P. അബ്ദുൾ റഹ്മാൻ, നിഹാൽ കൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. കെട്ടിട നിർമ്മാണത്തിന് നേതൃത്വം നൽകിയ P. അബൂക്കറിനെയും അനുമോദിച്ചു. മാനേജ്മെന്റ്, PTA, അധ്യാപകർ, വിദ്യാലയ വികസന സമിതി എന്നിവരുടെ പൂർണ്ണ സഹകരണത്തോടെ 2 കോടിയോളം രൂപ ചെലവഴിച്ചാണ് AC ക്ലാസ് കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത്. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഉച്ചയ്ക്ക് 2 മണിക്ക് വർണ്ണാഭമായ ഘോഷയാത്രയും തുടർന്ന് സാംസ്കാരിക സമ്മേളനവും നടന്നു. ആധുനിക വിദ്യാഭ്യാസത്തിൽ സംരക്ഷിക്കപ്പെടേണ്ട മൂല്യങ്ങൾ എന്ന വിഷയം ജനകീയ വിദ്യാഭ്യാസ പ്രവർത്തകൻ MM സജീന്ദ്രൻ അവതരിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. വിരമിച്ച സൈനികർ സർക്കാരുകളിൽ നിന്നും അവഗണന നേരിടുകയാണെന്ന് എക്സ് സർവീസ് ലീഗ് ജില്ലാ പ്രസിഡന്റ് V. വേലിക്കുട്ടി പറഞ്ഞു. വിരമിച്ച സൈനികരുടെ ക്ഷേമത്തിനായി പ്രഖ്യാപിച്ചവയൊന്നും പൂർണ്ണതോതിൽ നടപ്പിലാക്കിയില്ലെന്നും പാലക്കാട്ട് വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞു. വിമുക്ത ഭടന്മാരുടെ ആശ്രിതർക്ക് ലഭിക്കേണ്ട വിദ്യാഭ്യാസ സംവരണം ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങളിൽ പ്രയാസങ്ങൾ നേരിടുന്നുണ്ട്. ശമ്പള പരിഷ്കരണം, വൈദ്യസഹായത്തിലെ അപര്യാപ്തത എന്നിവയെക്കുറിച്ചെല്ലാം ദീർഘകാലമായി പരാതി ഉന്നയിക്കുന്നുണ്ടെങ്കിലും പരിഹാരമായിട്ടില്ല. ഈ സാഹചര്യത്തിലാണ് എക്സ് സർവീസ് ലീഗിൻ്റെ സംസ്ഥാന കമ്മിറ്റിയും ഗവേണിംഗ് കൗൺസിലും മഹിളാ വിംഗ് GCയും ഓഗസ്റ്റ് 18-19 തീയതികളായി നടക്കുന്നത്. വിമുക്ത ഭടന്മാരും ആശ്രിതരും നേരിടുന്ന പ്രയാസങ്ങളും പരിഹാരങ്ങളും ഗവേണിംഗ് കൗൺസിൽ ചർച്ച ചെയ്യുമെന്നും വേലിക്കുട്ടി പറഞ്ഞു. കേരളത്തിലെ വിവിധ ജില്ലകളിൽ നേരിടുന്ന പ്രയാസമാണ് ക്യാൻറ്റീൻ സംവിധാനത്തിലെ 4-വീലർ പോലെയുള്ള സംവിധാനങ്ങൾ വാങ്ങാനുള്ള ഏജൻസികൾ ഇല്ലാത്തതിൻ്റെ കുറവ്, ആരോഗ്യ പരിപാലനത്തിന് ECHS പോളിക്ലിനിക്കിൽ നിന്ന് റെഫർ ചെയ്യുന്ന രോഗികൾക്ക് ശരിയായ ചികിത്സാ സംവിധാനം കിട്ടാൻ വൈകുന്നതിൽ ഉള്ള ബുദ്ധിമുട്ടുകൾ, എംപാനൽ ആശുപത്രികളുടെ കുറവ്, അതുപോലെയുള്ള പ്രശ്നങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു യോഗങ്ങളാണ് ഈ 2 ദിവസമായി പാലക്കാട് സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. സംസ്ഥാന കമ്മിറ്റി അംഗം GK നായർ, സെക്രട്ടറി കൃഷ്ണകുമാർ VS, ട്രഷറർ K. വേലു എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്.
ഭാരത സർക്കാരിന്റെ സാമൂഹിക നീതി ശാക്തീകരണ മന്ത്രാലയത്തിന്റെയും ആഭ്യന്തര മന്ത്രാലയത്തിന്റെയും സഹകരണത്തോടുകൂടി ബ്രഹ്മകുമാരീസ് ഈശ്വര വിദ്യാലയത്തിന്റെ നേതൃത്വത്തിൽ 10 കോടി ലഹരി വിമുക്ത പ്രതിജ്ഞാ ക്യാമ്പയിൻ നടത്തിവരുന്നു. ഇതിന്റെ ഭാഗമായി ഷൊർണൂർ ബ്രഹ്മകുമാരീസ് ഈശ്വരീയ വിദ്യാലയം ഓഗസ്റ്റ് 6 മുതൽ 20 വരെ വിവിധ സ്കൂളുകൾ, കോളേജുകൾ, പൊതുസ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിൽ ലഹരി വിമുക്ത പ്രതിജ്ഞ നടത്തിവരുന്നു. സമൂഹത്തെയും ലഹരിമുക്ത ജീവിതം നയിക്കാൻ ഞാൻ പ്രചോദിപ്പിക്കും. എന്റെ സമയം, ഊർജം, കഴിവുകൾ, ലഭ്യമായ അവസരങ്ങൾ എന്നിവ പ്രയോജനപ്പെടുത്തും. ലഹരിമുക്തവും ആരോഗ്യകരവും മൂല്യസമ്പന്നവും. ചിങ്ങം പിറന്നതോടെ ചിരപുരാതന കാലത്തെ പത്മഭോജനമൊരുക്കി രാമശ്ശേരി ഗാന്ധി ഗ്രാമം. പത്തിലകളും പയറുവർഗ്ഗങ്ങളും പച്ചക്കറികളും ഒഴിവാക്കാത്ത കാലത്ത് ആരോഗ്യ സംരക്ഷണത്തിനായി കഴിച്ചുവന്നത് പത്മഭോജനമാണ്. രാമശ്ശേരി ഗാന്ധി ആശ്രമം പ്രകൃതി ഭക്ഷണ പ്രചാരകരായ വെള്ളൂർ നവജീവനം ട്രസ്റ്റിന്റെ സഹകരണത്തോടെയാണ് താമരസദ്യ ഒരുക്കിയത്. പുരാതന കാലത്ത് ആരോഗ്യാകാംക്ഷികൾ വർഷത്തിൽ 1-2 പ്രാവശ്യം ചിട്ടയോടെ കഴിച്ചിരുന്ന ഭക്ഷണമാണ് താമരസദ്യ. അന്യം നിന്നുപോയ പ്രകൃതി ഭക്ഷണങ്ങളെ തിരിച്ചു കൊണ്ടുവരാനും പ്രചരിപ്പിക്കലുമായാണ് രാമശ്ശേരി ഗാന്ധി ആശ്രമ പത്മഭോജനം പുനരാവിഷ്കരിച്ചത്. താമരയിലയും പൂവും തണ്ടുകളും താമരക്കിഴങ്ങും ഉപയോഗിച്ചുള്ള താമരപ്പൂ തോരൻ, താമരത്തണ്ട് കറി, താമരയില സൂപ്പ്, താമര സൂപ്പ്, താമര ചമ്മന്തി, താമരത്തണ്ട് അച്ചാർ, താമരയില ഉപ്പേരി, താമര സാമ്പാർ, താമര കൂട്ടുകറി, താമര അവിയൽ, താമര പായസം എന്നിവ കൂടാതെ തുമ്പപ്പൂ ചോറും ഉണക്കല്ലരിച്ചോറും അടങ്ങുന്ന 12 വിഭവങ്ങളാണ് താമരസദ്യയ്ക്കായി ഒരുക്കിയത്. താമരയുടെ ഭാഗങ്ങളും വിഷരഹിത പച്ചക്കറികളും ചേർത്തായിരുന്നു വിഭവങ്ങൾ തയ്യാറാക്കിയത്. മണ്ണിൻ്റെയും വിണ്ടിൻ്റെയും ഊർജ്ജം ഉൾക്കൊള്ളുന്ന താമര ഭക്ഷണമാക്കുന്നത് മനുഷ്യന് ഊർജ്ജവും ഉന്മേഷവും രോഗപ്രതിരോധവും സമ്മാനിക്കുമെന്ന് പ്രകൃതി കൃഷി ആരോഗ്യ ഭക്ഷണ പ്രചാരകനായ KM ഹിലാൽ പറഞ്ഞു. ഇത് താമരസദ്യ പൗരാണിക കാലത്തെ പത്മഭോജനം എന്ന ഒരു സമ്പ്രദായത്തിന്റെ ഭാഗമായിട്ട് വർഷത്തിൽ 1-2 തവണ ഉപയോഗിച്ചുകൊണ്ടിരുന്ന താമര സദ്യ, അതായത് പത്മഭോജനം. ഇത് പ്രകൃതിയിലെ ഏറ്റവും ശുദ്ധീകരിക്കപ്പെട്ടതും പോഷകമൂല്യം ഏറിയതുമായ സസ്യമായിട്ടുള്ള താമരയിലയും താമരപ്പൂവും താമരയുടെ തണ്ടും താമരയുടെ കിഴങ്ങും ഉപയോഗിച്ചുകൊണ്ടുള്ള വിവിധ തരം വിഭവങ്ങളും അതിൻ്റെ കൂടെ നല്ല പച്ചക്കറികളും ചേർത്തിട്ടുള്ള, പിന്നെ വിഷരഹിതമായി കൃഷി ചെയ്തെടുത്ത അരിയും ഇതിലെ പച്ചക്കറികളും ഒക്കെ തന്നെയും വിഷരഹിതമായി പൂർണ്ണമായും കൃഷി ചെയ്തെടുത്തതാണ്. അതിൻ്റെ ഓരോരോ വിഭവങ്ങളാണ് നമ്മുടെ താമര സദ്യയിലുള്ളത്. അതുകൂടാതെ സൂപ്പും ഉണ്ട്, താമര സൂപ്പ്. ഈ പത്മഭോജനം എന്ന് പറയുന്നത് വായുവും ജലവും ആകാശവും ഭൂമിയിൽ നിന്നുള്ള പോഷകങ്ങളും സൂര്യപ്രകാശവും എല്ലാം ഏറ്റവും നല്ല രീതിയിൽ സ്വീകരിച്ച് ഉണ്ടാക്കിയെടുക്കുന്നതും അതിനെ ശുദ്ധീകരിച്ച് പ്രകൃതി തന്നെ ശുദ്ധീകരിച്ചെടുക്കുന്നതുമായ ഒരു സസ്യത്തിൽ നിന്നുള്ളതാണ്. അത് വർഷത്തിലൊരിക്കൽ ആഹരിക്കേണ്ടതാണ്. നമ്മുടെ ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ ശ്രദ്ധ പുലർത്തേണ്ടവർ. പക്ഷേ നമ്മൾ ഇത് കഴിക്കുമ്പോൾ ഇതിനോട് ഒപ്പം മറ്റു മോശമായ ഭക്ഷണങ്ങളൊന്നും കഴിക്കാൻ പാടില്ല. അത് നമുക്ക് അതും കൂടി ചേർന്നിട്ട് വിഷമായി പ്രവർത്തിക്കും. ഇത് വളരെയേറെ ഗുണം കൂടിയതായതുകൊണ്ട് ഈ അധികമായ പോഷകങ്ങളെയാണ് വിഷം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലും കൂടുതൽ ഒരു വിഷവും കൂടി നമ്മൾ ചേർത്ത് കഴിച്ചാൽ അത് മാരകമായ വിഷമായി ശരീരത്തിൽ പ്രവർത്തിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ താമരസദ്യ അതിനുവേണ്ടി പ്രത്യേകം നമ്മൾ ശരീരത്തെ തയ്യാറാക്കി വേണം ഭക്ഷിക്കാൻ. താമരയുടെ ഔഷധ ഗുണങ്ങൾ തിരിച്ചറിഞ്ഞ പൂർവികരുടെ കണ്ടെത്തലുകൾ പലതും കൈമോശം വന്ന കൂട്ടത്തിൽ വിസ്മൃതിയിലാണ്ടതാണ് പത്മഭോജനം. ഉൾനാടൻ ജലാശയങ്ങളിലെ മത്സ്യകൃഷി പോലെ തന്നെ കർഷകർക്ക് താങ്ങാവുന്ന കൃഷിയാണ് താമര. താമര കൃഷിയെയും താമര മൂല്യവർദ്ധന ഉൽപ്പന്ന പദ്ധതിയും കർഷകർക്കും സർക്കാരിനും വരുമാനമുണ്ടാക്കും. താമര കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിനു വേണ്ട ഇടപെടൽ നടത്തണമെന്ന് കൃഷി വകുപ്പ് മുന്നോട്ട് വരണമെന്നും അഭിപ്രായവും ഉയർന്നു. താമരസദ്യ MLA അഡ്വക്കേറ്റ് സുമേഷ് അച്യുതൻ ഉദ്ഘാടനം ചെയ്തു. ഗാന്ധി ആശ്രമം ട്രസ്റ്റി പുതുശ്ശേരി ശ്രീനിവാസൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് SP രാജു മുഖ്യാതിഥിയായി പങ്കെടുത്തു. കർഷകപ്രഭ സംസ്ഥാന അവാർഡ് ജേതാവ് P ഭുവനേശ്വരി, സീനിയർ ജേർണലിസ്റ്റ് MP സുകുമാരൻ, ഗാന്ധി ആശ്രമം വർക്കിംഗ് ഗ്രൂപ്പ് രക്ഷാധികാരി Dr. N. ശുദ്ധോധരൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്.
പാലക്കാടൻ സൈനിക കൂട്ടായ്മയായ കരിമ്പനക്കൂട്ടത്തിന്റെ നേതൃത്വത്തിൽ ഓണക്കിറ്റുകൾ വിതരണം ചെയ്തു. ജില്ലയിലെ ഉൾഗ്രാമങ്ങളിലെ നിർധനർക്കായാണ് ഓണക്കിറ്റുകൾ വിതരണം ചെയ്തത്. തോൽനൂർ പ്രൈമറി അഗ്രികൾച്ചർ ക്രെഡിറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ നേതൃത്വത്തിലുള്ള ഓണച്ചന്തയ്ക്ക് തുടക്കമായി. ചന്തയുടെ ഉദ്ഘാടനം സംഘം പ്രസിഡന്റ് ചെന്താമരാക്ഷൻ നിർവഹിച്ചു. വെൽഫെയർ 5 മൈൽ പാന്തമ്പാടം യൂണിറ്റിന്റെ നേതൃത്വത്തിൽ യൂണിറ്റ് സമ്മേളനവും ഓണക്കിറ്റ് വിതരണവും സംഘടിപ്പിച്ചു. ജില്ലാ സെക്രട്ടറി ഷാക്കീർ പുലാപ്പറ്റ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ നാട്ടിൽ നടന്ന ഒരു കാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. മണ്ണാർക്കാട് പള്ളിക്കുറുപ്പ് എന്ന് പറഞ്ഞ ഒരു സ്ഥലമുണ്ട്. കോങ്ങാട്ട് നിന്ന് മണ്ണാർക്കാട്ടേക്ക് പോകുമ്പോൾ അതിനിടയിലുള്ള ഒരു സ്ഥലമാണ് പള്ളിക്കുറുപ്പ്. അവിടെ സാധാരണക്കാരിയായ ഒരു വീട്ടമ്മയുണ്ടായിരുന്നു. വീട്ടമ്മയോട് വളരെ മോശപ്പെട്ട രീതിയിൽ അവിടെയുള്ള ജന്മിമാർ പെരുമാറുകയും അവരെ അപമാനിക്കുകയും ചെയ്തു. ജന്മിമാർ എന്ന് പറഞ്ഞാൽ അറിയാലോ അല്ലേ? മലയാളികൾ തന്നെയായ നമ്മുടെ നാട്ടിലുള്ള ഭൂമിയൊക്കെ കൈവശം വെക്കുന്ന ആളുകളെയാണ് നമ്മൾ ജന്മിമാർ എന്ന് പറയുന്നത്. വളരെ മോശപ്പെട്ട രൂപത്തിൽ ഒരു സാധാരണക്കാരിയായ സ്ത്രീയോട് പെരുമാറി. അവര് പെരിന്തൽമണ്ണ പോയി അങ്ങാടിപ്പുറത്തുള്ള കുഞ്ഞിക്കോയ എന്ന് പറഞ്ഞ ഒരു വലിയ പണ്ഡിതനുണ്ട്. അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി കാര്യങ്ങളൊക്കെ പറഞ്ഞു. അദ്ദേഹം അങ്ങാടിപ്പുറത്തു നിന്നും പെരിന്തൽമണ്ണയിൽ നിന്നൊക്കെ കുറേ ആളുകളെ കൂട്ടി മണ്ണാർക്കാട് വന്നു. മണ്ണാർക്കാട് വന്ന് അവർ ഉച്ചഭക്ഷണമൊക്കെ കഴിച്ചു. മണ്ണാർക്കാട് വന്നപ്പോൾ കുഞ്ഞിപ്പാത്തുമ്മ എന്ന് പറഞ്ഞ ഒരു സ്ത്രീ, അവര് ഈ പന്തമ്പാട യൂണിറ്റ് പ്രസിഡന്റ് വേലായുധൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി ഷാക്കിർ പുലാപ്പറ്റ ഉദ്ഘാടനം ചെയ്തു. കോങ്ങാട് നിയോജക മണ്ഡലം പ്രസിഡന്റ് കരീം പറളി പുതിയ ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പിന് നേതൃത്വവും സമാപന പ്രസംഗവും നടത്തി. യൂണിറ്റ് സെക്രട്ടറി അസീസ് റിപ്പോർട്ടും വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. സുന്ദരൻ സ്വാഗതവും അസീസ് നന്ദിയും പറഞ്ഞു. ഓണക്കിറ്റ് വിതരണോദ്ഘാടനം പന്തപ്പാടം യൂണിറ്റ് മുൻ പ്രസിഡന്റ് പരേതനായ ഗണേശിൻ്റെ ഭാര്യ ദമയന്തി ഉദ്ഘാടനം നടത്തി. ജില്ലാ സെക്രട്ടറി ഷാക്കീർ, മണ്ഡലം പ്രസിഡന്റ് കരീം പറളി, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അബ്ദുൾ റഹ്മാൻ ചന്ദ്രൻ, പീർ മുഹമ്മദ് എന്നിവർ നേതൃത്വം നൽകി. 48 കുടുംബങ്ങൾക്കുള്ള ഓണക്കിറ്റ് വിതരണം ചെയ്തു. പുതിയ ഭാരവാഹികളായി പ്രസിഡന്റ് രാമകൃഷ്ണൻ, സെക്രട്ടറി മിനി, ട്രഷറർ ചന്ദ്രൻ, വൈസ് പ്രസിഡന്റ് സുന്ദരൻ, ജോയിന്റ് സെക്രട്ടറി യശോദ എന്നിവരെ തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. കാളപ്പാറ കാരക്കാട് സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ ലക്ഷാർച്ചനയും രാമായണ മാസാചരണ സമാപനവും നടന്നു. തന്ത്രി ബ്രഹ്മശ്രീ തീയന്നൂർ ശങ്കരനാരായണൻ ഉണ്ണി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ചടങ്ങിന്റെ ഭാഗമായി നവകം, പഞ്ചഗവ്യം എന്നിവയും പ്രത്യേക അഭിഷേകങ്ങളും ഉണ്ടായി. ഒരു മാസമായി വിപുലമായ പരിപാടികളോടെ നടന്നുവന്നിരുന്ന രാമായണ മാസാചരണത്തിന്റെ സമാപനവും ഇതോടൊപ്പം നടന്നു. രാമായണ മാസത്തോടനുബന്ധിച്ച് നടത്തിവന്നിരുന്ന രാമായണ പാരായണം, ഗണപതി ഹോമം, ഭഗവത് സേവ എന്നിവയും സമാപനത്തോടനുബന്ധിച്ച് പൂർത്തിയായി. വൈകുന്നേരം നടന്ന നിറമാലയോടെ ചടങ്ങുകൾ സമാപിച്ചു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. കണയം ശ്രീ കുറുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ രാമായണ മാസാചരണത്തിന്റെ ഭാഗമായി ഞായറാഴ്ചകളിൽ നടത്തിവന്നിരുന്ന ഭക്തി പ്രഭാഷണങ്ങളും വിശേഷാൽ ആത്മീയ പരിപാടികളും ഭക്തിസാന്ദ്രമായി. നിരവധി ഭക്തർ ചടങ്ങുകളിൽ പങ്കെടുത്തു. രാമായണ മാസത്തിന്റെ പുണ്യനാളുകളിൽ രാമജപവും ഭഗവതി സ്തുതികളും നിറഞ്ഞുനിന്ന ക്ഷേത്രസന്നിധിയിൽ മഹാഗണപതി ഹോമം, ഗജപൂജ, ആനയൂട്ട്, സർവ്വ ഐശ്വര്യപൂജ, ക്ഷേത്ര ഭജനമണ്ഡപത്തിൽ പ്രസാദവൂട്ട് തുടങ്ങിയ വിശേഷ ചടങ്ങുകൾ നടന്നു. 100 കണക്കിന് ഭക്തജനങ്ങൾ പങ്കെടുത്തു. വെള്ളിനേഴി നാരായണൻ സർവ്വ ഐശ്വര്യപൂജയ്ക്ക് ആചാര്യസ്ഥാനം നിർവഹിച്ചു. തൃശൂർ ചെമ്പക്കാവ് വിജയ് കണ്ണൻ എന്ന ഗജവീരനാണ് ഇപ്രാവശ്യത്തെ ഗജപൂജയിലും ആനയൂട്ടിലും സാക്ഷ്യം വഹിച്ചത്. കണയം ശ്രീ കുറുമ്പ
ഭഗവതി ക്ഷേത്രത്തിൽ തൊടിച്ചിൽ മഠത്തിൽ സുരേന്ദ്രൻ എമ്പ്രാന്തിരിയുടെ കാർമ്മികത്തിൽ വിശേഷ പൂജകളും വഴിപാടുകളും നടന്നു. മുണ്ടങ്കോട്ട് ശാന്ത, അപ്പനത്ത് വിജയൻ, വെള്ളിനഴി നാരായണൻ, മണികണ്ഠൻ വെളിച്ചപ്പാട്, അനിത, പയ്യനഴി ഉണ്ണികൃഷ്ണൻ എന്നിവരെ ആദരിച്ചു. ക്ഷേത്രം പ്രസിഡന്റ് പരമേശ്വരൻ മാസ്റ്റർ, സെക്രട്ടറി കൃഷ്ണദാസ്, ഖജാൻജി ശ്രീനാരായണൻ, വൈസ് പ്രസിഡന്റുമാരായ രാഘവൻ നായർ, പയ്യനഴി ഉണ്ണികൃഷ്ണൻ, ജോയിന്റ് സെക്രട്ടറിമാരായ ഉണ്ണികൃഷ്ണൻ കുരിയിൽ, രാജേഷ് വെള്ളോത്ത്, ഹരിദാസ് ചാങ്കത്ത്, സുരേഷ്, മാതൃസമിതി പ്രസിഡന്റ് ശ്യാമള കാളിപ്പറമ്പിൽ, സെക്രട്ടറി രശ്മി വെള്ളോത്ത്, ജോയിന്റ് സെക്രട്ടറി രേഷ്മ ബാബു, ക്ഷേത്ര ജീവനക്കാരായ അപ്പനത്ത് ഗോപിനാഥൻ, കാവുങ്കൽ രാധ തുടങ്ങിയവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ചരമം. ഷൊർണൂർ കവളപ്പാറ കാരക്കാട് ഞാലിൽ വീട്ടിൽ ബാബുരാജ് നിര്യാതനായി. 66 വയസ്സായിരുന്നു. ഭാര്യ ഉഷ, മക്കൾ ഷിബിൻ രാജ്, നിധിൻ രാജ്, മരുമക്കൾ ആതിര, സുജിത. സംസ്കാരം തിങ്കളാഴ്ച രാവിലെ ശാന്തിതീരത്ത് നടന്നു. ജനകീയാസൂത്രണ പദ്ധതിക്ക് ഇന്ന് 30 വയസ്സ് തികയുന്നു. ഗ്രാമങ്ങളുടെ സമ്പൂർണ്ണ വികസനം തന്നെയായിരുന്നു ലക്ഷ്യം. ഇത് എത്രത്തോളം നടപ്പിലായിട്ടുണ്ട്? നാട്ടിലേക്ക് ലഭിച്ച പ്രതികരണങ്ങളിലേക്ക്. ജനകീയാസൂത്രണ പദ്ധതി നടപ്പിലാക്കിയിട്ട് ഇന്ന് 30 വർഷം തികയാണ്. ഗ്രാമങ്ങളിലും നഗരങ്ങളിലൊക്കെ തന്നെ വൻ വികസനത്തിന് ഒരു കുതിച്ചുചാട്ടമാണ് ജനകീയാസൂത്രണ പദ്ധതി ഉണ്ടായിട്ടുള്ളത്. ജനങ്ങളിലേക്ക് അധികാരം എത്തുകയും ജനങ്ങളുടെ കൂട്ടായ്മ രൂപീകരിച്ചുകൊണ്ട് വികസന പദ്ധതികളിൽ പങ്കാളിത്തം വഹിക്കുകയും ചെയ്യുന്ന ഒരു വലിയ പദ്ധതി തുടരുക തന്നെ വേണം. തീർച്ചയായിട്ടും ഇനിയും ഗ്രാമങ്ങൾ അതിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും അതുപോലെ തന്നെ നഗരങ്ങളുടെ വികസനം സാധ്യമാക്കുന്നതിനും ജനങ്ങളെ കൂടി പങ്കാളിത്തത്തോടുകൂടിയുള്ള ഈ പദ്ധതിക്ക് എല്ലാവിധ ആശംസകളും. തുടർന്നും ഈ പദ്ധതി ഇതേ രൂപത്തിൽ തന്നെ നമ്മുടെ നാട്ടിൽ നടപ്പിലാക്കാൻ സാധ്യമായ സർക്കാർ ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ചിങ്ങം 1 കർഷക ദിനം. നാടെങ്ങും കർഷക ദിനം സമുചിതമായി ആഘോഷിച്ചു. കൃഷിഭവനുകളുടെ നേതൃത്വത്തിൽ വിളംബര ജാഥയും കർഷക സംഗമവും ആദരിക്കൽ ചടങ്ങും. നാടിനെ അന്നമൂട്ടുന്ന കർഷകൻ ഒരുപാട് പ്രതിസന്ധികളെ തരണം ചെയ്തുകൊണ്ടാണ് നിലനിന്നു പോകുന്നതെന്ന് മുഹമ്മദ് മുഹ്സിൻ MLA. സംഭരിച്ച നെല്ലിന്റെ വില 6 മാസം കഴിഞ്ഞിട്ടും ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ച് മണ്ണൂർ കൃഷിഭവന് മുന്നിൽ കറുത്ത റിബൺ കൊണ്ട് വായ മൂടിക്കെട്ടി കർഷകരുടെ പ്രതിഷേധം. ലേബർ കോഡ് ഉൾപ്പെടെയുള്ള തൊഴിലാളി വിരുദ്ധ നീക്കത്തിൽ നിന്നും കേന്ദ്ര സർക്കാർ പിന്മാറണമെന്ന് BMS സംസ്ഥാന സെക്രട്ടറി KV മധുകുമാർ. BMS മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ കണക്കിലെടുക്കാതെ തൊഴിലാളി വിരുദ്ധ നയങ്ങളുമായി മുന്നോട്ടു പോകാൻ കഴിയുമെന്ന് ഒരു സർക്കാരും കരുതേണ്ടെന്നും KV മധുകുമാർ. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് BMS നേതൃത്വത്തിൽ പാലക്കാട് ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച്. നഗരസഭാ കൗൺസിൽ യോഗങ്ങൾ യഥാസമയം വിളിച്ചു ചേർക്കുന്നതിൽ വീഴ്ച വരുത്തിയ ഒറ്റപ്പാലം നഗരസഭാ ചെയർപേഴ്സണെ അയോഗ്യമാക്കണം എന്നാവശ്യപ്പെട്ട് സംസ്ഥാന ഇലക്ഷൻ കമ്മീഷന് പരാതി നൽകി മുസ്ലിം ലീഗ്. കൗൺസിൽ യോഗങ്ങൾ വിളിച്ചു ചേർക്കാത്തത് കാരണം നഗരസഭയുടെ അടിസ്ഥാനപരമായ നിരവധി പ്രവർത്തനങ്ങളിൽ കൗൺസിലർമാരുടെ അഭിപ്രായം രേഖപ്പെടുത്താനുള്ള ഭരണഘടനാപരമായ അവകാശങ്ങളാണ് ചെയർപേഴ്സൺ തടസ്സപ്പെടുത്തുന്നതെന്നും മുസ്ലിം ലീഗ്. വിരമിച്ച സൈനികർ സർക്കാരുകളിൽ നിന്നും അവഗണന നേരിടുകയാണെന്ന് എക്സ് സർവീസ് ലീഗ് ജില്ലാ പ്രസിഡന്റ് വി വേലുക്കുട്ടി. വിരമിച്ച സൈനികരുടെ ക്ഷേമത്തിനായി പ്രഖ്യാപിച്ചവയൊന്നും പൂർണ്ണതോതിൽ നടപ്പിലാക്കിയിട്ടില്ലെന്നും വി വേലുക്കുട്ടി. വലവക്കോട് വൻ ലഹരിവേട്ട. ദമ്പതികൾ ഉൾപ്പെടെ 3 പേർ പിടിയിൽ. MDMA, കൊക്കൈൻ, ഹൈബ്രിഡ് കഞ്ചാവ്, LSD സ്റ്റാമ്പ് എന്നിവ ഇവരിൽ നിന്നും കണ്ടെടുത്തു. പ്രതികളെ പിടികൂടിയത് ഓണം സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി നോർത്ത് പോലീസും ഡാൻസ് ഓഫ് ടീമും സംയുക്തമായി നടത്തിയ പരിശോധനയിൽ. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. നമസ്കാരം.